നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ അർജന്റീനൻ ഫുട്ബോൾ ടീമിന് ആ നാട്ടിലുള്ളത്ര ആരാധകർ കാണും ഈ കൊച്ചു കേരളത്തിലും. കാൽപന്തിൽ കാൽപ്പനിക കവിത വിരിയിക്കുന്ന ഫുട്ബോൾ മിശിഹ ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുമെന്ന വാർത്ത അത്രമേൽ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ കേട്ടത്. കായിക മന്ത്രി തന്നെ പ്രഖ്യാപനം നടത്തിയതോടെ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നതുമാണ്. വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അത്ര ശുഭകരമല്ല. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകേണ്ട 300 കോടി രൂപ സ്പോൺസർ നൽകിയിട്ടില്ല എന്നും അറിയുന്നുണ്ട്. വരില്ല എന്ന് അർജന്റീനൻ ടീം അറിയിച്ചിട്ടില്ല എന്നാണ് ഫുട്ബോൾ നമ്മുടെ കായിക മന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യ സ്പോൺസറും ഒക്കെ പറയുന്നത്. പക്ഷേ അപ്പോഴും വരുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട് എന്നത് ഇരുകൂട്ടരും നിഷേധിക്കുന്നില്ല താനും. ഇക്കാര്യത്തിൽ ഒരു അമിതമായ പ്രതീക്ഷ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ വെച്ച കേരളീയ ഫുട്ബോൾ ആരാധകരെ ഏതെങ്കിലും ഭാഗത്ത് പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിൽ ഇനിയും പുറത്തു വരേണ്ട കാര്യങ്ങൾ ഉണ്ടോ? കാരണം ലയണൽ മെസ്സിയെ പോലെ ഒരാൾ, അർജന്റീനയെ പോലെ ഒരു ടീം കേരളത്തിലെത്തുന്നു എന്ന് പറഞ്ഞാൽ കാൽപന്തിനെ അത്രമേൽ ആരാധിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുണ്ട്, പ്രായമായവരുണ്ട്, മലയാളികളുണ്ട്. ആ മലയാളികളുടെ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആശങ്ക വരുന്നിരിക്കുന്നത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായിരുന്നത് കെ നാസറാണ്, വയനാട് നിന്നും. ശ്രീ നാസർ, ഈ അർജന്റീനൻ ടീമും ലയണൽ മെസ്സിയൊക്കെ എത്രയോ മലയാളികളുടെ ആഗ്രഹമാണ് അവരുടെ കളി ഒന്ന് നേരിട്ട് കാണുക എന്നുള്ളത്. അത്യപൂർവം ആളുകൾക്ക് മാത്രമാണ് അതിന് ടി വിയിലൂടെ അല്ലാതെ നേരിട്ട് കാണാനൊക്കെ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് അവർക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു ഈ ടീം വരും, ലയണൽ മെസ്സി വരും. ഇപ്പോൾ അതിലൊരു അനിശ്ചിതത്വം വന്നിരിക്കും. എവിടേക്കെയോ എന്തൊക്കെയോ ചില തെറ്റായ കളികൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറ്, ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനെപ്പറ്റി സാറ് പറഞ്ഞ പ്രകാരം തന്നെ കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ, അതായത് കൗമാരപ്രായക്കാർ, കുട്ടികളടക്കം ഈ വരും കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ എവിടെയോ എന്തോ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അതിനെപ്പറ്റി എന്താണ് പറയേണ്ടത് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം അത്രയും ഞങ്ങൾ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. മെസ്സി കേരളത്തിലും അതുപോലെ നമ്മുടെ ഇന്ത്യയിലും കളിക്കാൻ വരുന്നത് എല്ലാവരും വളരെ അഭിവാദം അർപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിന് വല്ല തടസ്സങ്ങളുമുണ്ടേ തന്നെ അത് സർക്കാരെങ്കിലും ഇടപെട്ടുകൊണ്ട് അത് പരിഹരിച്ച് മെസ്സി കേരളത്തിൽ എത്തണമെന്നാണ് എനിക്കുള്ള അഭിപ്രായം പറയാനുള്ളത്. സാർ, ശരി, താങ്കളുടെ ആഗ്രഹം വളരെ വ്യക്തമാണ്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എങ്ങനെയാണ്? താങ്കളെ ഫുട്ബോൾ ആരാധകനാണോ? സംഗീതത്തോടൊപ്പം ഫുട്ബോളിനും താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ആകെയുള്ള ഒരു കളിയിൽ താല്പര്യം അതാണ്. ഏത് ടീമിനോടാണ് താങ്കളുടെ ഇഷ്ട ടീം? ഏതാണ്? എനിക്ക് അർജന്റീനയോട് മെസ്സി. ശരി, അപ്പൊ അർജന്റീനൻ ടീം കേരളത്തിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ മെസ്സി ആരാധകരായ, അർജന്റീന ആരാധകരായ ആളുകൾക്ക് മാത്രമല്ല എല്ലാ ഫുട്ബോൾ ആരാധകർക്കും വലിയ പ്രതീക്ഷയാണ്. അത്ര മനോഹരമായ ഒരു കളി കാണാമൊക്കെ. ഇപ്പോൾ അത് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു അനിശ്ചിതത്വം. അവർക്ക് അടക്കേണ്ട 300 കോടി സ്പോൺസർ അടച്ചില്ല എന്നൊക്കെ പറയുന്നു. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഞാനിപ്പോ ഈ 76ാമത്തെ വയസ്സിലും ആരാധിക്കുന്നുണ്ട്. അതാണ്. അപ്പൊ ഈ കുട്ടികളുടെ കാര്യം പറയണം സാറേ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇത് തികച്ചും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്ത ഒരു ചാനൽ, ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്നിപ്പോ ആൻഡോ അഗസ്റ്റിൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ വ്യക്തമായിട്ട് സുവ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരുപാട് മാനദണ്ഡങ്ങൾ പാലിക്കാനുണ്ട്. അതാണ്. അല്ലാതെ വെറുതെ 300 കോടി കൊടുക്കാനുണ്ടെന്ന് ആരും ചെയ്യുന്നില്ല. അത് ഉറപ്പാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. ഇനി 2 സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഡേറ്റ് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അവര് വേറെ ഈ ഡേറ്റ് വേറെ ആരും കൊടുത്തിട്ടില്ല. മന്ത്രി പറഞ്ഞത് മറ്റ് റിസർവ് ബാങ്കിന്റെ അംഗീകാരം, കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം, അത്തരം അംഗീകാരങ്ങളൊക്കെ സർക്കാർ നിലയിലെടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ, അത്തരം കാര്യങ്ങളൊക്കെ സർക്കാർ വാങ്ങിക്കൊടുക്കേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ചില അനിശ്ചിതത്വമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അനിശ്ചിതത്വമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് വരും, എന്നാലും വരും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അത് തീർച്ചയായിട്ടും അല്ല, അത് എല്ലാം ശരിയാണ്. ബാക്കി എല്ലാ പേപ്പറും ശരിയാണ്. അവർ പൈസ കൊടുക്കാൻ തയ്യാറാണോ? പൈസ ഇല്ലാത്ത ആൾക്കാരും ഇല്ല, അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ ഈ എഗ്രിമെന്റ് മാറ്റി കൊടുത്താൽ വേറെ ഇതിനേക്കാൾ കൂടുതൽ കാശ് വേറെ എടുക്കാനുള്ള ആൾക്കാരുണ്ടാവും. അത് വേറെ, അതൊന്നും അവർ ചെയ്യണമെന്നില്ല. അത് ലാഭത്തിന് വേണ്ടിയിട്ടില്ല. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം, അർജന്റീന AFA എന്ന് പറയുന്നവർക്കും ഈ മെസ്സിക്കും കേരളത്തിനോട് ഭയങ്കര പ്രേമമാണ് സത്യത്തില്. അത് സംശയമൊന്നുമില്ല. അപ്പൊ ഇത് വേറെ തെറ്റ് പറ്റിയത് കറക്റ്റായിട്ടുള്ള ഒരു ഫിക്സേഷൻ കിട്ടാതെ അനൗൺസ് ചെയ്തൊരു തെറ്റായി പോയി. അതാണ്. ശരി, ഓക്കെ. അതൊരു മുൻകൂട്ടി അനൗൺസ് ചെയ്തതാണോ എന്നുള്ള സംശയം കൂടിയുണ്ട്. ശ്രീ കുഞ്ഞഹമ്മദ് ആണ് കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ കോഴിക്കോടുകാരനായിരിക്കുമ്പോൾ സ്വാഭാവികമായും കാൽപന്ത് പ്രേമി ആയിരിക്കുമെന്ന് കരുതുന്നുവാണോ? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. ഞാൻ അർജന്റീന ആരാധകനാണ്. ശരി, ഓക്കെ. എനിക്ക് പറയാനുള്ളത് 2026 മെയ് 20 അർജന്റീന ടീം കേരളത്തിലെത്തിയിരിക്കും.
ശരി. കാരണം എന്നാൽ ഈ ഗവൺമെന്റ് കാലാവധി 2026 മെയ് 20 അതിനുള്ളിൽ ഈ അർജന്റീന ടീം കേരളത്തിൽ എത്തിയിരിക്കും. ശരി, എന്തായാലും ശ്രീ കുഞ്ഞഹമ്മദ് അത്രത്തോളം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കും. എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് കൂടി എത്തണം എന്ന് തന്നെയാണ് എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും കേരളത്തിലെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ തന്നെയാവും. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ്? താങ്കളും മഞ്ചേരിയൊക്കെ ആകുമ്പോൾ ഈ കാൽപന്ത് കളിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണല്ലോ. താങ്കളും ചെറുപ്പത്തിലെ ഫുട്ബോൾ കളിക്കാരനൊക്കെ ആയിരുന്നോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ആ ഫുട്ബോൾ കളിക്കാരനായിരുന്നു ചെറുപ്പത്തിലൊക്കെ. ഇപ്പൊ അതിന് താല്പര്യമായിട്ട് നടക്കുകയാണ്. എവിടെ കളിയിൽ ജയിച്ചാൽ അവിടേക്ക് എത്തും, അവിടെ പോകും. അപ്പോ പിന്നെ ഏത് ടീമിന്റെ ആരാധകനാണ് ലോകകപ്പൊക്കെ വരുമ്പോൾ? ലോകകപ്പ് വരുമ്പോൾ അങ്ങനെ ഒരു ആരാധനൊന്നുമില്ല. പക്ഷേ ഈ അർജന്റീനയോട് സ്നേഹക്കൂടുതലുണ്ട്. കളി നല്ല കളി കളിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കളിക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് സാറേ. പിന്നെ ഈ വേറെ ആൾക്കാർ പറഞ്ഞത് പിരിച്ചിട്ട് ഒരു പൈസ ഒക്കെ പുട്ടടിച്ചൊരു ടീം എന്നുള്ളതൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് ചെയ്തിരിക്കണം. അതിനെതിരെ മറ്റേ ആള് ചാനലിൽ കൂടെ പറഞ്ഞു അതൊന്നുമില്ല, അതിന് കുറെ വണ്ടിയും വലിയൊക്കെ ഉണ്ടായി തീർത്തിട്ടാണ് അത് ചെയ്യാൻ, പൈസ ഒക്കെ റെഡിയാണ്, അങ്ങനെയൊന്നുമില്ല, ആരോ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ വിസ്തരിച്ചും ചെയ്തിരുന്നു. പക്ഷെ എന്താ ഇതിന്റെ സംഗതി എന്നുള്ളത് അറിയില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ അയാൾ പറഞ്ഞാൽ അത് ഈ ആൾക്കാർ കാത്തിരിക്കുക, അപ്പൊ അവരെ വരുത്തി തന്നെ വേണം. അതിന് നിങ്ങളാൽ കഴിയാവുന്നത് നിങ്ങളും ചെയ്യണം. നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്. അർജന്റീൻ ടീം കേരളത്തിൽ എത്തണമെന്നാണ്. ലോകത്ത് തന്നെ എനിക്ക് തോന്നുന്നു അർജന്റീൻ ടീമിന് ഏറെ ആരാധകരുള്ള ഒരു നാടാണ്. നമ്മളെക്കാൾ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഉള്ള ഒരു രാജ്യമാണ്. അർജന്റീനയുമായി അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും ഫുട്ബോൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അർജന്റീനയും ബ്രസീലിനും ഒക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് വലിയ ആരാധകരാണ്. അതന്നെ സാറേ. ശരി ശ്രീ, നമുക്ക് അതിനിടയ്ക്ക് ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത് പറയുന്നു, നമസ്കാരം കിരൺ, ടോട്ടൽ ദുരന്ത അങ്ങനെയൊക്കെ മംഗ്ലീഷാണ് എഴുതിയിരിക്കുന്നത്. അത് ദയവ് ചെയ്ത് ഒന്നുകിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയാൽ കൊള്ളാം. വന്നില്ലെങ്കിൽ നഷ്ടം, വന്നാൽ കൊള്ളാം എന്നാണ് ഷിജു കിരിയത്ത് പറയുന്നത്. അദ്ദേഹം തന്നെ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലും പ്രധാനമുള്ള വിഷയങ്ങളില്ലേ എന്ന് ഷാജി ഭാസ്കരൻ ചോദിക്കുന്നു. ഷാജി ഭാസ്കരൻ, നമുക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും രാഷ്ട്രീയവും അത്തരം വിഷയങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇടയ്ക്ക് ഫുട്ബോളും ഇത്തരം കാര്യങ്ങളൊക്കെ, ഫുട്ബോളിനൊക്കെ രാഷ്ട്രീയത്തെക്കാൾ ഏറെ താല്പര്യപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട്. ചെറുപ്പക്കാർ മാത്രമല്ല, ഈ വിളിക്കുന്ന 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ വരെ എവിടെ ഫുട്ബോൾ കളി ഉണ്ടായാലും അവിടെയൊക്കെ പോയി കാണുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ച് അർജന്റീനയെ പോലെ രാജ്യം ഫുട്ബോൾ ഇതൊക്കെ ലോകകപ്പൊക്കെ അടക്കുമ്പോൾ അറിയാമല്ലോ, ആളുകൾ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പം നമുക്ക് അത്തരം വിഷയങ്ങൾ കൂടി എടുക്കണം. എപ്പോഴും നമുക്ക് രാഷ്ട്രീയം മാത്രം പോരാലോ. ഇതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നമ്മൾ പ്രാധാന്യം നിശ്ചയിക്കുന്ന ഓരോരുത്തരുടെ താല്പര്യം വെച്ചിട്ടാണ് അതിന് പ്രാധാന്യം വരുന്നത്. ലയണൽ മെസ്സിയെ ഞാൻ ആരാധിക്കുന്നു, അദ്ദേഹം വരണമെന്ന് ആഗ്രഹമെന്ന് സുനിമോൾ പറയുന്നു. ഈസ് ഇറ്റ് ദി ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ബാലൻ വി ചോദിക്കുന്നു. ശ്രീ ബാലൻ വി, അത് ചില ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ചാണ് ഈ ടോപ്പിക്ക് പ്രധാനമാണോ അല്ലയോ. ഇന്നിപ്പോൾ അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തേ മതിയാവൂ എന്നുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ആ തരത്തിലേക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഈ വിഷയം എടുത്തത്. ഈ വിഷയത്തിന് വലിയ താല്പര്യമുള്ള ആളുകളൊക്കെ നമുക്ക് ടി വിയിലും നമ്മുടെ യൂട്യൂബിലും ഒക്കെ നോക്കുമ്പോൾ അറിയാം, ഇതിനോട് താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മളെല്ലാ ആളുകളുടെയും താല്പര്യങ്ങൾ പ്രത്യേകിച്ച് പരിഗണിക്കണമല്ലോ. നമുക്ക് മറ്റൊരു പ്രശ്നം ഉണ്ണികൃഷ്ണനാണ് പോത്തങ്കോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ്? താങ്കൾക്കൊരു പ്രതീക്ഷയുണ്ടോ? നമ്മളെ വരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞാണ്. ഇപ്പോൾ ജോഷി ചതിച്ചാശാൻ എന്നൊക്കെ പറയുന്ന പോലെ അവസാനം പറയുമോ എന്നൊരു ആശങ്ക ആളുകളുടെ ഇടയിലൊക്കെ ഉണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതിന് കബഡി എടുത്ത് നോക്കണം വരുമല്ലേ എന്നുള്ളത്. പിന്നെ ഈ 300-500 കോടിയൊക്കെ മുടക്കി മെക്സിയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ലൊക്കലെടുക്ക് പിന്നെ ഏതെങ്കിലും ഒരു ടീമുമായിട്ട് കളിച്ചിട്ടൊന്നും അത് യഥാർത്ഥ ഒരു സ്പോർട്സ് നമുക്ക് ലോകത്തെ 50 റാങ്കിങ്ങിനുള്ളിൽ പെടുന്ന ഏതെങ്കിലും ഒരു ടീമിനെ കൂടെ കൊണ്ടുവരണം. ഇവര് വന്ന് അർജന്റീന കളിക്കണമെങ്കിൽ അർജന്റീനയ്ക്ക് എതിരായിട്ടും അത്ര ആളുകളെ തന്നെ കൊണ്ടുവരണം. അതിന് നല്ലൊരു ടീം അല്ലെങ്കിൽ പിന്നെ ഈ മെക്സിയുടെ കളിയൊക്കെ നമ്മൾ ടി വിയിൽ കൂടെ കാണുന്നതാണ് നല്ലത്. വേറെ ഏതെങ്കിലും വേൾഡ് കപ്പോ അത് ഏതെങ്കിലും കാണുന്നത്. ഇത്രയും രൂപ മുടക്കി കൊണ്ടുവന്നിട്ട് ചില ചാനല് അവർക്ക് വലിയ ആളാവാന്നും പിന്നെ അതിന്റെ കൂടെയുള്ള അതിന്റെ കുറെ സമ്പാദിച്ച് കൂട്ടാന്നും അല്ലാതെ യഥാർത്ഥ മെക്സിയെ സ്നേഹിക്കുന്നവർക്ക് ഒരു ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടീമും 1-2 നല്ല ടീമുകളും കൂടെ ഇവരെ കൂടെ കളിക്കാൻ ഉണ്ടാവണം. അല്ലാതെ ചുമ്മാ അവർക്ക് പേരെടുക്കാനും അവരെ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചുമ്മാ പാവപ്പെട്ട ഈ മെക്സി ആരാധിക്കുന്ന ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച് വരട്ടെ, അർജന്റീന ടീമൊക്കെ വരട്ടെ. നമുക്ക് പോലെ ആർക്കാരും ആരും കൊണ്ടുവന്നാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതൊക്കെ കാണുന്നത്
ചില ഇത് കാര്യങ്ങളൊക്കെ നടക്കൂല, നമ്മുടെ ഇത് ആത്യന്തികമായി നടക്കൂല. അത്രത്തോളം ആളുകൾ കാണാൻ കാത്തിരിപ്പുണ്ട്. ശരി ശ്രീ ഇത് നടക്കൂല, ഇത് പറ്റിപ്പ് നോക്കിയോ. ശരി, പറ്റിപ്പാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾ തലശ്ശേരി ആകുമ്പോഴും ഈ ഫുട്ബോളിന്റെ ഒക്കെ ഒരു കേന്ദ്രമാണല്ലോ. താങ്കൾ എങ്ങനെ ഫുട്ബോൾ ആരാധകനാണോ? ഹലോ ഹലോ ശ്രീ ദിവാകരൻ, കേൾക്കാമോ? അതായത് ഹെൽത്ത് ഈസ് വെൽത്ത്, മാനസികാരോഗ്യത്തിനും പിന്നെ ചുമരുണ്ടെങ്കിലുള്ള ചിത്രം വരച്ചും ഹെൽത്ത് ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. പക്ഷേ അത് വേണോ, നല്ലതാ. അത് കഴിഞ്ഞിട്ടാ ബാക്കി കാര്യങ്ങളല്ല. ഫുഡ് കഴിഞ്ഞിട്ട് ഇത് ഹെൽത്ത് ഈസ് വെൽത്ത്, മെഡിസിനും കഴിഞ്ഞിട്ട്. അപ്പോ ഈ പിന്നെ സ്പോൺസർ ചെയ്യുന്ന അവര് കോടിക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ടായിരിക്കും വരുന്നുണ്ട്. അതിന് കണക്കായിട്ടുള്ള വരുമാനം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ഇന്ത്യ ഗവൺമെന്റിന് ഇപ്പോഴത്തെ ഈ പിന്നെ ഇതിനൊരു ശക്തിപ്പെടുത്താൻ കൊടുക്കണം. ശരി, ഓക്കെ. ശ്രീ റിയാസ് ആണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ റിയാസ്, താങ്കൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഈ മെസ്സി വരും, അർജന്റീൻ ടീം വരുമെന്നൊക്കെ ആലോചന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വാർത്തകൾ വന്നിരുന്നു. അത് മറ്റൊരു കാര്യം. പക്ഷെ ഇപ്പോൾ അതിനിൽ ഒരു ആശങ്കയൊക്കെ പടരുന്നുണ്ട്. അത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ. പിന്നെ ഈ മെസ്സി വരുമെന്ന് പറഞ്ഞ് പറ്റിക്കുമെന്നാണ് നമ്മുടെ ടാഗിലെ. പറ്റിച്ചോന്നാണ് ടാഗിലെ. അതെ, സത്യത്തിൽ ആര് പറ്റിച്ചെന്നുള്ളതാണ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലായില്ല, ഒന്ന് ചോദിച്ചതാണ്. നമുക്ക് ഇതിന് സ്വാഭാവികമായും സർക്കാർ പറഞ്ഞു ഇക്കാര്യത്തിൽ മെസ്സിയുടെ വരും, അർജന്റീൻ ടീം വരും എന്നുള്ളൊരു പ്രതീക്ഷ വന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു ടീം തന്നെ, അതിനെ ഒരു ഗ്രൂപ്പ് തന്നെ അതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ആശങ്ക വന്നു. സ്വാഭാവികമായും ഞങ്ങൾക്ക് ആരും പറ്റിക്കരുത്, ഈ അർജന്റീൻ ടീം ഇവിടെ വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. സാറേ ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് മെസ്സിക്കാണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ പിന്നെ മെസ്സി എന്ന് പറഞ്ഞൊരു വലിയൊരു പ്ലെയർ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫുട്ബോൾ പ്ലെയർ വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ പ്ലെയർ വരുമ്പോൾ ഉണ്ടാവുന്ന പിന്നെ ഇത് സാധാരണ പ്ലെയർ കളിക്കുന്ന എല്ലാവർക്കും വലിയൊരു പ്രചോദനമായിരിക്കും. കാരണം മെസ്സി എന്നുള്ള ഒരു പിന്നെ പ്ലെയറാ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ വന്നില്ലേ കാണാൻ പറ്റിയാല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്ലെയറാണ് ഞാനും. അദ്ദേഹം വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതും, അദ്ദേഹം വരുമ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ ഒരാളോട് ഞാൻ യോജിക്കുന്നു. നേരത്തെ പറഞ്ഞത് റൈറ്റ് ആണ്. പിന്നെ അദ്ദേഹം വരുമ്പോൾ നമുക്ക് അതിന് പറ്റിയൊരു തുല്യമായിട്ട് വേറൊരു ടീമും വേണം. അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ അർജന്റീനൻ ടീമുമായിട്ടുള്ള അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ടുള്ള വ്യവസ്ഥ തന്നെ അങ്ങനെയാണ്. ലോക റാങ്കിങ്ങിൽ 50-നുള്ളിൽ വരുന്ന മറ്റൊരു ടീമിനെ കൂടി വേണം. അല്ലാതെ ഇവിടെ വന്ന് അവർ അർജന്റീനൻ ടീം വന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ടീമുമായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും തട്ടിക്കൂട്ടി ടീമിനെ വിളിച്ചുകൊണ്ട് വന്നാൽ അവരുമായി കളിക്കില്ല. അവർക്ക് ആ ലോക സ്റ്റാൻഡേർഡിൽ കളിക്കാൻ കഴിയുന്ന ഒരു ടീം വേണം എതിരാളിയായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ആ ലോക നിലവാരത്തിലുള്ള ഒരു ടീം വരുമ്പോൾ, നമ്പർ 1 ആയിട്ടുള്ള ടീം വരുമ്പോൾ, അല്ലെങ്കിൽ മെസ്സി എന്നൊരു പ്ലെയർ വരുമ്പോൾ നമുക്കൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊരു ടീമിനെ നമ്മൾ റെഡിയാക്കണം. അതായത് ഈ 15ന്റെ ഉള്ളിലുള്ള ഒരു നല്ലൊരു ടീമിനെ നമ്മൾ റെഡിയാക്കണം. അതൊരു പോരായ്മ തന്നെയാണ്. പിന്നെ ഇതിന്റെ മാനേജിന്റെ പിന്നെ അതായത് സ്പോൺസർ ചെയ്യുന്ന ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത് പിന്നെ ടീമിന് എന്തായാലും ഞങ്ങളിവിടെ കൊണ്ടുവരും, എത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു വാക്കാണ്. സത്യത്തിൽ അതിന്റെ റിയാലിറ്റി എന്തോരം പോകും എന്നുള്ള കാര്യമൊക്കെ പിന്നീടുള്ള കഥകളിൽ അറിയാൻ പറ്റും. അനിശ്ചിത്വമൊക്കെ ഉണ്ട്. പൈസ ഇതുവരെ അടച്ചിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് സ്വാഭാവികം വരുന്നത്. അതൊക്കെ ഇനി പരിഹരിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് നമ്മുടെ ആഗ്രഹം. എനിക്ക് സാറിനോട് പറയാനുള്ളത്, ന്യൂസ് 18 പ്രേക്ഷകരോടും സാറിനോടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മെസ്സി എന്നൊരു പ്ലെയർ വരുന്നത് ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് വളരെ സന്തോഷമാവും എന്നുള്ളൊരു കാര്യം ഞാൻ ഉറപ്പിച്ചു. അതെ, ഞങ്ങൾക്കും സന്തോഷമാണ്, വലിയ സന്തോഷമാണ് മെസ്സിയെ പോലെ ഒരു പ്ലെയർ ഒക്കെ വരുന്നത്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? കിരൺ ബാബു, ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുന്നത്. ഞാൻ ഈ ന്യൂസ് 18 പൊതുവേദിന്റെ ഒരു അഡിക്റ്റായ ആളായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിക്കളിച്ച് വന്നിട്ട് കറണ്ടില്ലായിരുന്നു. പെട്ടെന്ന് വിളിച്ചപ്പോൾ വിഷയം ഇതായതുകൊണ്ട് താല്പര്യമില്ലാത്ത വിഷയമാണ്. എന്തായാലും വിളിച്ചു പോയിട്ട് ആർക്കും സമയം നഷ്ടപ്പെട്ടേ ഞാൻ ക്ഷമ ചോദിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ ദാസൻ നമ്മുടെ ഒരു സ്ഥിരമായി പൊതുവേദി കാണുകയും പൊതുവേദിയിൽ അഭിപ്രായം പറയുകയും. അഡിക്റ്റായി പോയി. ശരി, ഓക്കെ. വലിയ സന്തോഷം ശ്രീദാസൻ. എന്നാലും അദ്ദേഹം അഡിക്റ്റ് ആയി പോയി പൊതുവേദിക്ക് എന്നാണ് ശ്രീദാസൻ പറയുന്നത്. ദാസന്റെ ഒരു വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നത്, ദാസൻ ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും വളരെ കുറഞ്ഞ വാക്കുകളിൽ കുറഞ്ഞ സമയം കൊണ്ട് വ്യക്തമായ അഭിപ്രായം പറയും എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നിപ്പോൾ ഈ മെസ്സിയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് ആ തരത്തിലേക്ക് അഭിപ്രായം പറയാനില്ലാത്തപ്പോൾ പോലും അദ്ദേഹം അതില്ല എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചുകൊണ്ട് ആ അഭിപ്രായം പറയുന്നത് എത്രത്തോളം ഈ ഒരു പരിപാടിയെ ദാസൻ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. ഇങ്ങനെയുള്ള പ്രേക്ഷകരാണ് എപ്പോഴും ഞങ്ങളുടെ ഒരു വലിയ ശക്തിയായി എല്ലാ കാലത്തും നിൽക്കുന്നത്. അത്തരം പ്രേക്ഷകരാണ് എപ്പോഴും ഞങ്ങളുടെ ശക്തിയായി നിൽക്കുന്നത്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾ കുറച്ചു കാലമായി താങ്കളെ കോളൊന്നും കാണുന്നില്ലായിരുന്നു. അതെ, സകല ബിസിനസ്സും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. കിരൺ, നമസ്കാരം. ശരി, ഓക്കെ.
അപ്പോൾ എന്താണ് ഇതിൽ പറയാനുള്ളത്? 50% നമുക്ക് വിശ്വാസം ഇപ്പോൾ ഉള്ളൂ. 50% വിശ്വസിക്കാൻ പറ്റിയാലൊരവസ്ഥ. ഇന്ന് ഇപ്പം കൊച്ചിയാന്റെ മുതലാളിയുടെ വാർത്താ സമ്മേളനത്തിന് നമ്മൾ മനസ്സിലാക്കുന്ന അങ്ങനെ. അപ്പൊ പുള്ളി മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ചിലപ്പം ബ്രസീൽ വരുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കായിരുന്നു. അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇതിനകത്തൊരു കരാർ ഉടമ്പടിയൊക്കെ നടത്തിയതാ. കരാർ ഉടമ്പടി നടത്തിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് 60 ദിവസത്തിനുള്ളിൽ 60 കോടി രൂപ കെട്ടിവെക്കാവുന്ന ഒരു വ്യവസ്ഥ ഉള്ളതാണ്. ആ വ്യവസ്ഥ ലംഘിച്ചു. ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അവർ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് പാറും എന്നുള്ള സൂചന ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അതാണ് പുള്ളി മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നത്. അപ്പൊ ആ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കളിക്കാർ ഒരു ബ്രസീൽ എന്നൊക്കെ പറഞ്ഞ ഒരു രാജ്യമൊക്കെ ആയിട്ട് വ്യവസ്ഥ നോക്കുമ്പോൾ ആ വ്യവസ്ഥ കറക്റ്റായിട്ട് പോകണം. പിന്നെ ഇവിടെ അനുമതിയൊക്കെ കേന്ദ്ര സർക്കാരും കൊടുത്താൽ കേന്ദ്ര പോലീസ് കൗൺസിലെല്ലാം കൊടുത്തു. കാരണം വെച്ചാൽ കേന്ദ്രത്തിനും കിട്ടുന്ന ഡിഗ്രി പൈസ ഒക്കെ അവർ വേണ്ടത് നോക്കും. അവര് അനുമതിയും കാര്യങ്ങളെല്ലാം കൊടുത്താ. പക്ഷെ ഇവിടെ എന്നാ വെച്ചാൽ പറ്റിപ്പോയെന്ന് വെച്ചാൽ ഈ എഗ്രിമെന്റിനകത്തുള്ള ഈ ഡേറ്റ് 25-ാം തീയതി മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മന്ത്രി പറഞ്ഞിരിക്കുന്ന ഡേറ്റും ശരിയാ. അത് അങ്ങനെ ആ ഡേറ്റിലാ ഇത് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ആ എഗ്രിമെന്റ് പ്രകാരം ഈ ഇന്നലെ കണ്ട 60 ദിവസം തികയും. 60 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കെട്ടി 60 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല. ബാക്കി മറ്റേ ടീമിനെ എതിർ ടീമിനെ എല്ലാം റെഡിയാക്കി ഇവിടെ വന്നതിന് ശേഷം കൊടുക്കാന്നുള്ള എഗ്രിമെന്റ് പുറത്തായി ഇവർ നടത്തിയിരിക്കുന്നത്. ആ പൈസ അടയ്ക്കാത്തോണ്ട് മിക്കവാറും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സിന്ധുരാജനാണ് തിരുവനന്തപുരത്ത്. ശ്രീ സിന്ധുരാജൻ, താങ്കൾ എങ്ങനെയാണ്? താങ്കൾ ഒരു മെസ്സി ആരാധകനും അർജന്റീനൻ ആരാധകനുമാണോ? അല്ല, ഞാൻ ഒരു ഫുട്ബോളിൽ കാണുന്ന ഒരാളാണ്. ശരി, ഓക്കെ. പ്രത്യേക ആരാധനയില്ല. എന്നാലും മെസ്സിയും അർജന്റീനയൊക്കെ വന്ന് കേരളത്തിൽ കളിക്കുന്നത് കാണാൻ താല്പര്യമുള്ള ആളായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ എനിക്കൊരു പ്രത്യേക നന്ദി ദാസേട്ടന് കൊടുക്കണം സാറേ. പറഞ്ഞോളൂ. ദാസേട്ടന് പ്രത്യേക നന്ദി കൊടുക്കും. നമ്മളെ ന്യൂസ് 8ന്റെ പൊതുവേദിയുടെ അടിമയായതുകൊണ്ട്, ലഹരിക്ക് അടിമയെന്ന് പറഞ്ഞാൽ പൊതുവേദിയുടെ അടിമയായിട്ട് ദാസേട്ടന് അഭിനന്ദനം കൊടുക്കുന്നു. പക്ഷെ കിരൺ സാറിനെ ചോദിക്കാനുള്ളത്, ഇത് ഒരു മുൻചാട്ടമായി പോയ സാറേ. നേരത്തെ പബ്ലിസിറ്റി ആയത് കേട്ടില്ല, വിഷയമായോ? മെസ്സിയുടെ എങ്ങനെയാണ് താങ്കൾ പറഞ്ഞത്? വ്യക്തമായില്ല. മെസ്സി വരുമെന്ന് പറഞ്ഞ് നമ്മൾ പബ്ലിസിറ്റി നൽകിയത് ഒരു എടുത്തുചാട്ടമായി പോയതുപോലെ തോന്നുന്നുണ്ട് എനിക്കെന്നാണ് ഞാൻ പറയുന്നത്. ശരി, അങ്ങനെ ഒരു ചെറിയ തോന്നൽ കൂടി ഉണ്ട്. അത് പൂർണ്ണമായും അക്കാര്യത്തിലൊക്കെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ നേരത്തെ അറിഞ്ഞു പോയാലും ചിലപ്പോൾ നടക്കുമെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. നമുക്ക് എന്തായാലും അടുത്ത പ്രശ്നത്തിലേക്ക് പോകാമല്ലോ. ഇപ്പൊ വല്ലാത്തൊരു മിനിസ്റ്റർ പറയുന്നതും സ്പോർട്സ് കൗൺസിൽ പറയുന്നതും പ്രേക്ഷകർ പറയുന്നതും ഫുട്ബോൾ പ്രേമികൾ പറയുന്നതും രണ്ടും മൂന്നും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ചെറിയ എവിടെയൊക്കെയോ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എന്നത് വ്യക്തമാണ് ഈ വാക്കുകളിലൊക്കെ. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് പറയാം. ഹലോ, ശിവദാസൻ പറയാം. നമസ്കാരം. പറഞ്ഞോളൂ. സാറേ, ഞാനേ ഏറ്റവും കൂടുതൽ എന്റെ കളി ഫുട്ബോൾ കളിയാണ്. പക്ഷെ എന്റെ കുടുംബവും ഞാൻ പാവമായതുകൊണ്ട് അതിന് മാറിയിട്ട് വേറെ ജോലിക്ക് പോയി. പക്ഷെ ഏറ്റവും മാക്സിമം കാണണമെന്നും ഇവിടെ വരണം, ഇന്ത്യയിൽ കേരളത്തിൽ വരണം വലിയ ആഗ്രഹിച്ചവനാണ്. പക്ഷേ നമ്മള് പരിപൂർണമായി ഇവിടെ വരുന്ന വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ സാമ്പത്തിക ഒരു ഘടകമാണ്. സാമ്പത്തിക വിഷയത്തിലാണ് കരാറിൽ അവർ എഗ്രിമെന്റ് പകുതി കേസ് പോലും കൊടുക്കാതെ ഒരു കാരണവശാലും ആ ക്ലബ് അധികാരം കൊടുക്കില്ല, അംഗീകാരം കൊടുക്കില്ല. അതാണ് വൈകിപ്പോയത്. പിന്നെ കേരള മുഖ്യമന്ത്രി പൊതുവേദിയിലും മറ്റേ ഇതിന്റെ പൊതുപരിപാടികളിലും മൊത്തവും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സ് ഉറപ്പാറ്റും വരും, ഇവിടെ വരുമെന്ന്. അപ്പൊ ഇതിന് വ്യക്തിപരമായ ഈ രാഷ്ട്രത്തിന്റെയും അവർക്കൊരു പ്രശ്നത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്റെ വിശ്വാസം വരണം, നമ്മളെല്ലാം വരിപ്പിക്കണം, എല്ലാവരും കളി കാണണം എന്നാണ് എന്റെ ആഗ്രഹം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഈ മെസ്സി വരും, അർജന്റീന വരും എന്നൊക്കെ വലിയ പ്രതീക്ഷയിലൊക്കെ നിന്നതാണ്. പക്ഷേ വരും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ. പക്ഷെ അതിലൊരു ചെറിയ ആശങ്ക, അതിന്റെ പണം അടച്ചിട്ടില്ല എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്തേ സാർ. പറഞ്ഞോളൂ. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ വളർന്നു വരുന്ന തലമുറ എല്ലാ തരത്തിലും സ്പോർട്സിൽ ഇപ്പം കൂടുതൽ ചെറുപ്പക്കാർ താല്പര്യം, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ താല്പര്യം കാണിക്കുന്നത് ഈ ഫുട്ബോളിനോടാണ്. അപ്പം അതിൽ ഇപ്പം നമുക്ക് പറയാം, വിദേശത്ത് നിന്നുള്ള പല താരങ്ങളും ആണ് അവരുടെ കാഴ്ചപ്പാടിൽ ഒരു ഹൃദയത്തിൽ ഏറ്റി കിടക്കുന്നത്. അപ്പം വളർന്നു വരുന്ന തലമുറയ്ക്ക് അതേപോലുള്ള ടീമുകൾ വന്ന് ഇവിടെ കളിക്കുമ്പോൾ ഈ നമ്മുടെ തലമുറയിൽപ്പെട്ട ഒത്തിരി വളർന്നു വരുന്ന തലമുറകൾക്ക് ഇത് ഒരു പ്രചോദനമാണ്, ഒരു ആരോഗ്യമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നേരത്തെ ഷാജി ഭാസ്കറിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നു. ഷിജു കിരിയത്താണ് പറയുന്നത്, ഇതും ആവശ്യമുള്ള വിഷയമാണ്, എന്നും അടിപിടി മാത്രം മതിയോ എന്ന് ചോദിക്കുന്നു. ലയണൽ മെസ്സിയെ ഞാൻ ആരാധിക്കുന്നു, അദ്ദേഹം വരണമെന്ന് ആഗ്രഹമെന്ന് സുനിമോൾ പറയുന്നു. ബാലൻ വി പറയുന്നു, ഈസ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുന്നു. നേരത്തെ മറുപടി പറഞ്ഞതാണ്.
കിരൺ, വൈ ഡോണ്ട് യു വെയർ കോട്ട് ലൈക്ക് മനു എന്ന് ശ്രീ ഷിജു കിരിയത്ത് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, കോട്ടിട്ടും കോട്ടിടാതെയും ഒക്കെ ആളുകൾ നിൽക്കും. അങ്ങനെ പ്രത്യേകിച്ച് കോട്ടിനോട് വിരോധമൊന്നും ഉള്ളതുകൊണ്ടല്ല. നമസ്കാരം കിരൺ. നമ്മുടെ ആശാ വർക്കേഴ്സിന്റെ സമരത്തെക്കുറിച്ച് കുറച്ച് നാളായി ഒന്നും കേൾക്കുന്നില്ല. അവരെ എല്ലാവരും കൈവിട്ടോ എന്ന് ചോദിക്കുന്നു. ആശാ വർക്കർമാരുടെ സമരമൊക്കെ തുടരുകയാണ്. അത് വാർത്തയൊക്കെ വരുന്നുണ്ട്. നിരന്തരം ഒരു വിഷയം മാത്രം നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ. പേപ്പട്ടി കടിച്ച് ധാരാളം കുഞ്ഞുങ്ങൾ ഈ വർഷം തന്നെ മരണപ്പെട്ടു. അതൊരു ചർച്ച വേണ്ടേ എന്ന് ജയകുമാർ ചോദിക്കുന്നു. തീർച്ചയായും വേണ്ടത് തന്നെയാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്ന ഒരു ദിവസം നമുക്ക് ആ ചർച്ച എടുക്കാം തീർച്ചയായും. അതോടൊപ്പം തന്നെ ദാസൻ ചേട്ടന് ഒരു തംസപ്പ് കൊടുക്കുകയാണ് ശ്രീ സുനിൽ കുമാറാണ്. അതോടൊപ്പം തന്നെ മെസ്സി കമ്മിങ് ഇൻ കേരള ഈക്വൽസ് റെയിൻ കമ്മിങ് ഇൻ ഡെസർട്ട് എന്ന് പറയുന്നു. അങ്ങനെ മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയാണ് മെസ്സി കേരളത്തിലേക്ക് വരുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പണമല്ല പ്രശ്നം എന്ന് സ്പോൺസർ തന്നെ പറഞ്ഞു. അർജന്റീന തീയതി നിശ്ചയിച്ചാൽ ഉടൻ കൈമാറുമെന്ന് ഗ്ലാഡിയേറ്റർ കിങ് പറയുന്നു. അർജന്റീന തീയതി നിശ്ചയിക്കാത്തത് മാത്രമല്ല, അതിനകത്ത് മറ്റ് ചില നടപടിക്രമങ്ങളൊക്കെ കൂടി അതിനകത്ത് വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് രണ്ടുപേരുടെയും കായിക മന്ത്രിയുടെ ആയാലും സ്പോൺസറുടെ ആയാലും വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. നമുക്ക് ശ്രീമതി ജയ ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് ഈ ഫുട്ബോളൊക്കെ കാണുന്ന ആളാണോ? നമസ്കാരം. നമസ്കാരം. സോറി കിരൺ. പറഞ്ഞോളൂ. കിരണേ, ഞാൻ ഫുട്ബോൾ കളി കാണാറില്ല. ഞാൻ ക്രിക്കറ്റിന്റെ ഒരു ആരാധികയാണ്. ഈ മെസ്സിയെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് രോഹിത്തിനെ കോഹ്ലിയൊക്കെ ഒന്ന് കൊണ്ടുവരാമായിരുന്നു. ഇതൊരു വടക്കൻ സൈഡിലോട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഫുട്ബോളിനോട് ഇത്ര കമ്പമെന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതാ. എനിക്കറിയില്ല. പക്ഷെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ആശാ വർക്കർമാരുടെ സമരം ഒന്നും ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നേ ഇല്ല. രണ്ടാമത് ഇപ്പൊ എന്താ കഴിഞ്ഞ മെനഞ്ഞാന്ന് 4-ാം നാൾ ഒരു പെൺകൊച്ചിനെ അടിച്ചൊരു വക്കീലിനെ. അതൊന്നും നിങ്ങൾക്ക് വിഷയമല്ലേ? ഫുട്ബോളും പിടിച്ചോണ്ട് വന്നാൽ അത് ആർക്ക് പ്രയോജനം? അതെല്ലാം നമ്മള് വക്കീലിനെ ഒരു വനിതാ അഭിഭാഷകയെ അടിച്ച വിഷയത്തിൽ നമ്മൾ വളരെ കൃത്യമായി തന്നെ വാർത്തകൾ നൽകുകയും ഇന്ന് വനിതാ അഭിഭാഷകയെ മറ്റ് അഭിഭാഷകർ അവരെ സ്വഭാവഹത്യ ചെയ്യാനടക്കമുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനെതിരെയൊക്കെ നമ്മൾ കൃത്യമായി വാർത്ത കൊടുക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതാണ്. അക്കാര്യത്തിലൊന്നും നമുക്ക് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. നമ്മൾ വനിതാ അഭിഭാഷകയ്ക്കൊപ്പം തന്നെയാണ്. ചില അഭിഭാഷകരൊക്കെ ഇങ്ങനെ ആരെയും അടിക്കാമെന്നുള്ള തട്ടിലൊക്കെ അവർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന മട്ടിൽ നടക്കുന്നവർക്കെതിരെ അതിശക്തമായ രീതിയിൽ തന്നെ നമ്മൾ വാർത്തകളും ഒക്കെ നൽകിയതാണ്. നമ്മൾ ഇടയ്ക്ക് ഒരു ലൈറ്റ് സബ്ജക്റ്റ് കൂടി വേണ്ടേ? പലരും വിളിച്ച് പരാതി പറയുന്നതാണ്. നിരന്തരം ഇങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പൊതുവേദിയിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ കൂടി മറ്റ് ലൈറ്റായ സബ്ജക്റ്റുകൾ കൂടി വേണം എന്നുള്ള ആവശ്യം ഒക്കെ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നത്. ഇത് ഈ ചർച്ച പൊതുവേദിയിൽ എടുത്തായിരുന്നോ? അഡ്വക്കേറ്റിന്റെ വിഷയത്തിൽ നമുക്ക് ഒറ്റ അഭിപ്രായമല്ലേ ഉള്ളൂ. അതിനകത്തൊരു തർക്കത്തിന്റെ വിഷയമില്ലല്ലോ. നമ്മളെപ്പോഴും അടികൊണ്ട അഡ്വക്കേറ്റിന്റെ വനിതാ അഭിഭാഷകയുടെ കൂടെ തന്നെയാണ് നമ്മുടെ നിലപാട്. ഉറച്ച നിലപാട് അങ്ങനെ തന്നെയാണ് എപ്പോഴും. ആ അഭിഭാഷകയ്ക്കെതിരായ സ്വഭാവഹത്യ അടക്കം ആരോപിക്കുന്ന, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആരോപിക്കുന്ന അഭിഭാഷക ബാർ അസോസിയേഷനിലെ പല നേതാക്കൾക്കുമെതിരെ നമ്മൾ ഇന്ന് വാർത്തയടക്കം കൊടുത്തിരുന്നു. അവരുടെ ശബ്ദ സന്ദേശം അടക്കമാണ് നമ്മൾ ഇന്ന് വാർത്ത നൽകിയത്. ഇതിനു മുന്നേ എന്റെ ഒരു ബന്ധു, ഒരു അഡ്വക്കേറ്റ് അനീഷ്യ, പരവൂർ കോടതിയിലെ അഡ്വക്കേറ്റ് ആയിരുന്നു. എന്റെ ഒരു ബന്ധുവാണ്. ആ കൊച്ചു മരിച്ചു. അതെ, പോയ പോക്കിനങ്ങ് പോയി. അവർക്ക് അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ മാനസിക പ്രയാസമായിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതിനൊക്കെ പ്രാധാന്യം കൊടുക്കണം കിരൺ. ശരി, താങ്കളുടെ അഭിപ്രായത്തെ നമ്മൾ പൂർണ്ണമായും മാനിക്കുന്നു. ശ്രീമതി ജയ പറഞ്ഞത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിനെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുത്തു തന്നെ മുന്നോട്ട് പോകും. ശ്രീ ഷംനാഥാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഷംനാഥ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ന്യൂസ് 8 പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശരി. വളരെ ചരിത്രപരമായിട്ട് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. വളരെ സന്തോഷമുണ്ട് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിയുന്നതിൽ. ശരി, ഓക്കെ. നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. ഈ ഒരു വിഷയത്തില് കേരളത്തില് ഇന്ന് യുവത്വത്തെ ലഹരി പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കേരളത്തിൽ നമ്മുടെ കായികപരമായിട്ട് കുട്ടികളെ, ചെറുപ്പക്കാരെ അതിലേക്ക് ഉത്സാഹത്തോടു കൂടി കൊണ്ടുവരാൻ ഈ ലയണൽ മെസ്സിയുടെയൊക്കെ വരവ് ഒരു വലിയ വഴി ഒരുക്കുമെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളിവിടെ കൊല്ലത്ത് ടീം മഫാസ് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് ക്ലബിന്റെ ഒരു അംഗം കൂടിയാണ്. സാറ് വിരോധം ഇല്ലെങ്കിൽ ടീം മഫാസിന്
ഒരു ആശംസ തരണം. ശരി, ടീം മഹാദിന് എല്ലാവിധ ആശംസകൾ നൽകുന്നു. കായിക മത്സരങ്ങളിലേക്ക് കൂടുതലായി ചെറുപ്പക്കാർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ ഇത്തരം ലഹരിയിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഒരു കായിക ലഹരി മറ്റൊരു ലഹരിയായി തന്നെ മാറും. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കായിക ലഹരി ആരോഗ്യപരമായ ലഹരി. ആ ആരോഗ്യപരമായ ലഹരിയിലേക്ക് യുവത്വം കടന്നു വരട്ടെ എന്ന് ആശംസിക്കുക. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീ ഷംനാഥ്. ഈ വിഷയത്തിൽ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ പ്രതികരണത്തിലേക്ക്. നമ്മൾ നോക്കുന്നുണ്ട്. സൗദി അറേബ്യ അടക്കമുള്ള ടീമുകൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ടീം ആയിരിക്കാനാണ് സാധ്യത, ഏഷ്യൻ ടീം ആയിരിക്കാൻ സാധ്യതയില്ല. 50 റാങ്കിങ്ങിലുള്ള ഒരു ടീമെന്നാണ് നമ്മൾ കരാറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 50 റാങ്കിങ്ങിലുള്ള ടീം നല്ല ടീമാവും ഏതായാലും. അത് നോക്കാം. വാലിഡിറ്റി അവർ വരുന്നവരെയാണല്ലോ, ഒരു കരാർ എന്നുള്ള അവർ വരുന്നവരെ. അത് മുമ്പ് ഈ നമ്മുടെ സ്ഥലങ്ങളിൽ പോലെയല്ല ഇംഗ്ലീഷ് ടീമുകളൊക്കെ തന്നെ ഒരു കൃത്യമായി പണം ഇതൊക്കെ ഒരു മാനദണ്ഡമാണ് അവർ. അപ്പം അത് പ്രകാരം അവർ വരുന്നതിന് മുമ്പ് അവർ പണം അടച്ചു തീർത്താൽ മതി. സ്പോൺസർ അങ്ങനെ അടക്കാൻ തയ്യാറാണ്. പിന്നെ മറ്റൊന്നും നമുക്ക് അതിൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീരുമാനമായിട്ടുണ്ടെങ്കിൽ പണം അടയ്ക്കാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴേക്ക് അതിലൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? ആരാധകർക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളാണ്. ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടം തട്ടുണ്ട്. ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്പോൺസർ പറഞ്ഞതനുസരിച്ച് ഈ ടീം വരുന്ന ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കും. ഒറ്റ വാക്ക്. അതിനെ നമുക്ക് വേറെ എന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരാശയക്കുഴപ്പമില്ല. അല്ല, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് ഇത്തരം ഇതൊന്നും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലുള്ള കാര്യമല്ല. അല്ല, ഈ പേയ്മെന്റ് അവിടെ എത്തിയാൽ അതാണ് ഉദ്ദേശിച്ച കാര്യം. അവരിവിടെ വരും. അതായത് ഒരു കാര്യം കൂടെ, അതായത് ഈ കരാറിന്റെ ആദ്യ ഗഡുവായിട്ടുള്ള 60 കോടി രൂപ കൊടുക്കണമെന്നൊരു കരാർ അത് കഴിഞ്ഞിട്ടിപ്പം നോക്കൂ. അവിടെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഗവൺമെന്റും അർജന്റീനിയൻ ടീമും നല്ല രീതിയിൽ സൗഹാർദ്ദത്തിലാണ്. കേരളത്തിൽ അവർ വരിക, അവർ കളിക്കുക എന്നുള്ളത് പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ആവശ്യം ആഗ്രഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അർജന്റീൻ ടീമും ആഗ്രഹിക്കുന്നത് കേരളത്തിൽ കളിക്കുക എന്നുള്ള. അപ്പം അവിടെ മറ്റൊരു ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ചു പോകുന്നേ ഉള്ളൂ. ഇന്നും ഞാൻ സംസാരിച്ചിരുന്നു, മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ഈ പണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ എത്തും. നേരിട്ട് തന്നെ അർജന്റീനിയൻ ടീം മാനേജ്മെന്റ് കേരളത്തിലെത്തി അവര് തന്നെ വാർത്താ സമ്മേളനം. അല്ല, അത് പറഞ്ഞല്ലോ, അവര് പണം അടക്കുമെന്ന് പറഞ്ഞല്ലോ സ്പോൺസർ. അപ്പൊ പിന്നെ അത് നമ്മൾ ഇപ്പൊ നിലവിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം, നിങ്ങൾ എന്നോട് ചോദിച്ചതിന് ശേഷം ഞാൻ ഒന്ന് കൺഫേം ചെയ്തപ്പോൾ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞു. ഇന്റർനാഷണൽ ബ്രേക്ക് നടന്നില്ലെങ്കിൽ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിലെങ്കിൽ നടക്കും. അല്ല, ഈ ഇന്റർനാഷണൽ നടക്കട്ടെ, എന്നിട്ടല്ലേ അടുത്തത്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കളി നടത്താൻ അല്ല അടുത്ത് അല്ല, അതൊക്കെ നോക്കുക, സർക്കാരിന്റെ സ്റ്റേഡിയം അല്ലേ. അറിയില്ല ഇത് എങ്ങനെയാ വന്നെന്ന് ഞാൻ. എങ്ങനെ? അല്ല, നിങ്ങളാണ് എന്നോട് ചോദിച്ചത്. അർജന്റീന വരില്ല എന്ന് പറയുന്നു. ഇന്നലെ പത്രങ്ങളിൽ വന്നു, ഏതോ ചാനൽ വന്നു, ഇന്നും വന്നു എന്ന് പറയുന്നു. എനിക്കറിയില്ല. നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാനും കൺഫ്യൂഷനായത്. അപ്പോ പണം അടക്കാനിൽ മന്ത്രിയുടെ ഇപ്പോഴത്തെ വാക്കുകൾ കുറെ കൂടി പ്രതീക്ഷ നൽകുന്നതാണ്. അർജന്റീൻ ടീം ഉറപ്പായും വരുമെന്നും ഒക്ടോബറിൽ കളി നടക്കുമെന്നെല്ലാം അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു. നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറെ കൂടി ആത്മവിശ്വാസത്തോട് ഉറപ്പിച്ച് പറയുന്നു. പണം നൽകിയാൽ അർജന്റീൻ ടീം വരും. അപ്പോൾ പണം നൽകാത്തത് മാത്രമാണ് പ്രശ്നം എന്ന് വേണം നമുക്ക് ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. പണം സ്പോൺസർ നൽകാൻ തയ്യാറായാൽ ഉറപ്പായും വരും എന്ന് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും പണം നൽകുമെന്ന് സ്പോൺസർ പറയുന്നു. സ്പോൺസർ വാക്ക് വലിച്ചാൽ അർജന്റീൻ ടീം എത്തുമെന്ന് മന്ത്രിയും പറയുന്നു. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം ഇവർ എത്തുമെന്നുള്ളത്. നമുക്ക് ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ജയചേച്ചി, നമ്മുടെ സ്വന്തം സിസ്റ്റർ, നമസ്കാരം ജയചേച്ചി എന്ന് ഷിജു കിരിയത്ത് പറയുന്നു. 4 മണി തൊട്ട് 5 മണി വരെ ഒരു പണിക്കും പോകാൻ പറ്റുന്നില്ലെന്നാണ്
ശ്രീ ജയകുമാറിന്റെ അഭിപ്രായം. എന്തായാലും ശ്രീ ജയകുമാർ, നമുക്ക് ഇത്തരം ലോകകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും സാധാരണ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാനും ഒക്കെ ഉള്ള ഒരു അവസരമാണല്ലോ പൊതുവേദി. അത്തരമൊരു അവസരം നമ്മൾ ഒരുക്കുന്നത് തന്നെ മാധ്യമപ്രവർത്തകർ മാത്രം അല്ലെങ്കിൽ വിദഗ്ധരെന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആളുകൾ മാത്രം ലോകത്തോട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ. ഈ ലോകത്തെ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ കൂടി ചേരുന്നതാണല്ലോ. ആ മനുഷ്യരാണല്ലോ ടി വി കാണുന്നത്, വോട്ട് ചെയ്യുന്നതെല്ലാം. അവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇ ഡിയുടെ ഏജന്റ് ചമഞ്ഞ് പണം തട്ടിയതും ഇ ഡിയുടെ ഒരു ഉദ്യോഗസ്ഥരും വിജിലൻസ് പിടിയിലായതും ഏജന്റുമാരുടെ രാഷ്ട്രീയമൊക്കെ പണം തട്ടാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതും ആരും അറിയാതെ ഇതൊക്കെ വാർത്തയായി തന്നെ നൽകിയിരുന്നതാണ് ശ്രീ ഷാജി ഭാസ്കരൻ. നമ്മൾ പൊതുവേദി ചർച്ച ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അർജന്റീൻ ടീമിന്റെ വരവിലൂടെ കേരളത്തിന്റെ ടൂറിസത്തിന് ഒരു പ്രൊമോഷൻ കിട്ടും. മന്ത്രി റിയാസും അതിന്റെ കൂടെ നിന്ന് കേരള ടൂറിസത്തിന് പരസ്യം നൽകാൻ മുൻപന്തിയിൽ ഉണ്ടാവുമെന്ന് ഗ്ലാഡിയേറ്റർ കിങ് പറയുന്നു. ടൂറിസത്തിന് മാത്രമല്ല എല്ലാ കായിക മേഖലയ്ക്കും ഒക്കെ വലിയ തരത്തിൽ ഏതായാലും ഒരു ടീം വരുന്നത് അത്തരത്തിലേക്ക് ഇന്ത്യക്ക് കേരളത്തിന് വലിയ പ്രാധാന്യം കിട്ടുന്നത് തന്നെയാണ്. എന്തായാലും താങ്ക്സ് മിനിസ്റ്റർ എന്നുകൂടി പറയുന്നുണ്ട്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി പോകാം. ബിനോയ് ആണ് കൊല്ലത്ത്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കിരൺ, നമസ്കാരം. നമസ്കാരമുണ്ട്. സത്യത്തിൽ മന്ത്രി പറഞ്ഞതെല്ലാം, മന്ത്രിക്ക് ഒരു ചുക്കും ഈ അർജന്റീന കിരണേ, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അറിയുന്നത്. കാരണം ഈ കായിക മന്ത്രിക്ക് ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് അദ്ദേഹം ചാനലിൽ വന്ന് വെറുതെ വന്ന് പറഞ്ഞതാണ് മെസ്സി വരുമെന്ന്. സത്യത്തിൽ നിങ്ങൾ ഈ മാധ്യമങ്ങൾ നിങ്ങൾ മെസ്സിയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ ഒരിക്കലും കേരളത്തിൽ വരുന്നതിന്റെ ഒരു ചർച്ച പോലും അവിടെ ഒന്നും ഇല്ല, ഒരിക്കലും ഉണ്ടാവത്തില്ല. കാരണം ഇപ്പം മന്ത്രി തന്നെ പറയാതെ പറഞ്ഞു. ശ്രീ ബിനോയ്, അങ്ങനെയല്ല. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും നമ്മളുമായി ഒരു കരാറൊക്കെ ആയിട്ടുണ്ട്. കരാർ അനുസരിച്ച് പണം നൽകിയാൽ മറ്റെന്തെങ്കിലും കരാറിൽ ഇനി തടസ്സമുണ്ടോ എന്ന് അറിയത്തില്ല. എന്നാൽ കരാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ കരാർ അനുസരിച്ച് പണം നൽകിയാൽ ഇപ്പോൾ 60 കോടി നൽകേണ്ട ദിവസമായിരുന്നു, അത് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. 60 കോടിയല്ല, 30 കോടി നൽകേണ്ട ദിവസമായിരുന്നു. അതുപോലും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അത് സംസ്ഥാന ഗവൺമെന്റിന്റെതല്ലല്ലോ. അവരേത് ഇപ്പോ ഒരു കള്ളം പറയുന്നത് ഇത് അത്രയും ഇന്റർനാഷണൽ സ്പോൺസർമാർ ഇന്ത്യ. ഇപ്പൊ മന്ത്രി പറഞ്ഞത് ഈ ഫണ്ട് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞവരുടെ ഫണ്ട് റിസർവ് ബാങ്ക് അപ്രൂവൽ അല്ല. തന്നെ നേരത്തെ അറിഞ്ഞൂടെ അപ്രൂവലുള്ള ആരാണ്? ഇത് പിള്ളേർ കളിയൊന്നും അല്ലല്ലോ, ഇതൊരു ചെറിയ ഒരു ക്ലബിന്റെ കളിയൊന്നും അല്ലല്ലോ. ലോകത്തെ ഏറ്റവും മികച്ച ടീമായ അർജന്റീനയെ ഇവിടെ കൊണ്ടുവരണം. അതിന്റെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടത്തിയിട്ടല്ലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മന്ത്രിയുടെ ഒരു വ്യാമോഹം മാത്രമാ ഇങ്ങനെ കൊണ്ടുവരാൻ അല്ല. സത്യത്തിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് അർജന്റീന ഇല്ലേ എന്നുള്ളതാണ്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിലും. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ അങ്ങനെയാണ് ഈ ഫുട്ബോളൊക്കെ കളിക്കുന്ന ആളാണോ? സാറേ നമസ്കാരം. നമസ്കാരം. പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള കളിയാണ് ഫുട്ബോൾ. അപ്പം ഫുട്ബോൾ കയറി വന്നപ്പോഴത്തേന് ക്രിക്കറ്റിൽ അങ്ങ് ഇരുന്ന് പോയല്ലോ, ഇച്ചിരി ആരാധകരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഫുട്ബോളാണ് വായിച്ചിരിക്കുന്നത്. ശരി, പറഞ്ഞോളൂ. മെസ്സി വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു 6 മാസത്തോളമായി. പക്ഷെങ്കിൽ ഒരു കരാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഏർപ്പെടാതെ ഇതൊരു പത്രപരസ്യം പോലെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഫുട്ബോൾ ആരാധകരെ കളിപ്പിക്കുന്ന പരിപാടിയല്ലേ ഇതെല്ലാം പിന്നെ എഗ്രിമെന്റ് എല്ലാം ചെയ്ത് പരസ്യമായിട്ട് വേണ്ട ഇതെല്ലാം ഒന്ന് ജനങ്ങളെ അറിയിക്കാം. കൊച്ചു പിള്ളേർ വരെ നമ്മൾ നിങ്ങളുടെ ടി വിയിലെല്ലാം രാവിലെ മുതലേ കണ്ടുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ എന്തോ ആവേശമായിരുന്നു. ഇപ്പം അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിരാശ. ഇപ്പം തന്നെ മന്ത്രിയൊക്കെ മാറി എന്താ ആകർഷ് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞിപ്പം അദ്ദേഹം കൈ ഒഴിഞ്ഞ ലക്ഷണത്തിൽ പോലെ നമ്മളിപ്പം ടി വി കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രസാദന കാണുന്നത്. അഭിപ്രായം വ്യക്തമാണ്. സേനയും കൂടെ നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നുണ്ട്. അതിനുമുമ്പ് ഒരു അഭിപ്രായം കൂടി. പൊതുവേദി സസ്റ്റെയിൻസ് മനോരമ സ്റ്റോപ്സ് ദെയർ പ്രോഗ്രാം എന്ന് പറയുന്നു. എല്ലാവരും ഇത്തരം പരിപാടികൾ തുടങ്ങട്ടെ എന്ന് തന്നെയാണ് പൊതുവേദിയുടെ ആഗ്രഹം. എല്ലാ ചാനലുകളിലും ഇതുപോലെ ആളുകൾക്ക് വന്ന് സംസാരിക്കാനും അഭിപ്രായം പറയാനും ഒക്കെ ഉണ്ടാവട്ടെ. അല്ല നമ്മൾ മാത്രം മതി എന്നുള്ള അങ്ങനെ ഒരു അഭിപ്രായമൊന്നും നമുക്കില്ല. പരമാവധി സ്ഥലങ്ങളിൽ ആളുകൾക്ക് അവസരം കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. മെസ്സി വരും എന്ന് ഉറപ്പിച്ച് പറയുന്നു ശ്രീ ഷിജു കിരിയത്താണ് പറയുന്നത്. നമുക്ക് ശിവദാസനാണ് കൊല്ലത്തുനിന്ന് വിളിക്കുന്നത്. ശ്രീ ശിവദാസൻ, ഈ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അർജന്റീനിയൻ ആരാധകരെ സംബന്ധിച്ചാണെങ്കിൽ ഒരിക്കലെങ്കിലും മെസ്സിയെ കാണുക, മെസ്സിയുടെ കളി കാണുക, അർജന്റീന ടീമിന്റെ കളി കാണുക എന്നൊക്കെ പറഞ്ഞാൽ അത്രമേൽ മോഹമായിരിക്കും അവർക്ക്. ആ ഒരു മോഹത്തിലാണ് ഇവരെല്ലാം പ്രതീക്ഷയോടെ നിന്നത്. ഇപ്പോഴും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിട്ടില്ല. പക്ഷെ ഒരു ചെറിയ ആശങ്ക നിൽക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ ശിവദാസൻ, താങ്കൾ ആ ടി വി ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ടി വി മ്യൂട്ട് ചെയ്യാവോ? ഹലോ, പറഞ്ഞോളൂ. ഈ മെസ്സിയുടെ വരവ് ഞങ്ങൾക്ക് സന്തോഷം പകരുന്നതാണ്. ഹലോ താങ്കൾ പറഞ്ഞോളൂ.
മെസ്സിയുടെ വരവ് സന്തോഷം പകരുന്നതാണ്. പക്ഷെ ഇതിനു വേണ്ടി മുടക്കുന്ന മുതല് 10 പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കല്യാണം നടത്തി കൊടുക്കുക. സ്വർണത്തിനൊക്കെ ഇത്രയും വിലയല്ലേ? അപ്പൊ ഈ സമയത്ത് അതല്ലേ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്? ഈ അബ്ദുറഹ്മാനോട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓരോ ക്ഷേത്രങ്ങളിലെയും പള്ളികളിലെയും മറ്റു ഉത്സവങ്ങൾക്കൊക്കെ എത്രയോ ലക്ഷങ്ങൾ കോടികൾ ചെലവഴിക്കുന്നുണ്ട്. അതൊക്കെ എല്ലാം ഈ കാര്യങ്ങൾ നടക്കണ്ടേ? അല്ലാതെ ഇത് മാത്രം നടന്നാൽ പോരാലോ. സ്പോർട്സിന്റെ പുറയിൽ മാത്രം പോകരുത്. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് നടക്കുന്ന സമയത്ത് സർക്കാരല്ല പണം ചെലവഴിക്കുന്നത്, സ്വകാര്യ കമ്പനിയാണ്. സ്വകാര്യ കമ്പനി ലാഭം ഉണ്ടാവുന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ ചെലവഴിക്കുന്നത്. അത് വെറുതെ പറയുകയാണ്. കാരണം ഈ സ്പോൺസർ സമയമാകുമ്പോ കാല് മാറും, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാം, നേരിട്ട് നമുക്ക് കാണാം. ഈ 2025 കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാം ഈ പറഞ്ഞതെല്ലാം സത്യമാണോ ഇല്ലയോന്ന്. നേരെ മറിച്ച് അബ്ദുറഹ്മാനോട് പറയുക 10 പെൺകുട്ടികളുടെ കല്യാണം നടത്തുക. ഇത്രയും ശിവദാസൻ, അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ ഒരു അർജന്റീൻ ടീം വരുന്ന ഒഴിവാക്കിയൊന്നും അല്ല അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കേണ്ടത്. അതിപ്പോൾ നാട്ടിലെ ഏത് ഉത്സവം നടക്കുമ്പോഴും കുറേ ആളുകളൊക്കെ പറയുന്നതാണ് ഈ ഉത്സവം എന്തിനാണ്, ആ സമയത്ത് കുറച്ച് പേർക്ക് പാവങ്ങളെ സഹായിച്ചുകൂടെ എന്നൊക്കെ. ഇതെല്ലാം വേണം, ഇതെല്ലാം കൂടി ചേരുന്നതാണ് സമൂഹത്തിന് ഉത്സവങ്ങൾ വേണം. പാവപ്പെട്ട മനുഷ്യരുണ്ടെങ്കിൽ ആ മനുഷ്യരോട് കാരുണ്യം വേണം, അവരോട് സഹായിക്കണം, അവരെ ഒപ്പം നിർത്തേണ്ടവരെ ഒപ്പം തന്നെ നിർത്തി തന്നെ ആ തരത്തിലേക്ക് നമ്മളോട് ഉത്തരവാദിത്തമായി കണ്ട് തന്നെ അസുഖങ്ങളൊക്കെ വരുന്ന ആളുകളെ അങ്ങനെ സഹായിക്കുന്ന ആളുകളും ഒക്കെ തന്നെയാണ് മലയാളികൾ. ഒരാൾക്കൊരാപത്ത് വന്നു കഴിഞ്ഞാൽ സ്വന്തം വരുമാനം എത്രയാന്ന് നോക്കാതെ സഹായമൊക്കെ ചെയ്യുന്ന ആയിരക്കണക്കിന് വരുന്ന മലയാളികളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഉത്സവങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ സ്പോർട്സ് ഒഴിവാക്കിക്കൊണ്ടോ അങ്ങനെ മാത്രം ഒരു മനുഷ്യനും ലോകത്ത് ഒരു കാലത്തും ഒരു മനുഷ്യർക്കും ജീവിക്കാൻ കഴിഞ്ഞിട്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്ക് എന്തായാലും മെസ്സിയും അർജന്റീൻ ടീമും കേരളത്തിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നിന്നത്. ആ പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും മങ്ങലേറ്റിട്ടില്ല എങ്കിലും അതിനൊരു മങ്ങലുണ്ട് എന്നതുകൂടി പറയേണ്ടി വരും. എന്തായാലും അതിൽ ചില അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മന്ത്രി ഇപ്പോൾ പറഞ്ഞത് ഒക്ടോബറിൽ എന്തായാലും ഉറപ്പായും പണം നൽകിയാൽ, സ്പോൺസർ പണം നൽകലാണ് തടസ്സമായി നിൽക്കുന്നത്. അത് നൽകി കഴിഞ്ഞാൽ വരും എന്നാണ് മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇതെല്ലാം ഈ ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞൂടെ? നിങ്ങൾ ഈ ഗവൺമെന്റ് എതിരാണ്, ഇടതുപക്ഷ ഗവൺമെന്റ് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യണം. താങ്കൾ ഏത് കാര്യമാണ് ഞങ്ങൾ പറയേണ്ടത്? പറഞ്ഞോളൂ. അല്ല കുപ്പാണെന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഒരു കുപ്പാണ്. എന്നാൽ അത് ഇന്ന് വിഷയം അതല്ല ഇടാളാ. ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്യണം. ഏത് കാര്യമാണ് ഇന്ന് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം? ശ്രീ മഹി പറഞ്ഞോളൂ. അല്ല, ഈ ഗവൺമെന്റ് എന്തെങ്കിലും നല്ല കാര്യം നിങ്ങൾ അതൊന്നും പറയാനില്ലല്ലോ. അല്ല മഹി, അത് പറഞ്ഞോളൂ. മഹിക്ക് ഏത് കാര്യമാണ് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നിട്ട് ചർച്ച ചെയ്യാതിരുന്നെന്ന് മഹിക്ക് തോന്നുന്ന ആ കാര്യം പറഞ്ഞോളൂ. അല്ല, നിങ്ങളെ ചാനൽ ഞാൻ തീരുമാനിക്കും. നിങ്ങളെ മാനേജർ പേര് അവരല്ലേ, നമ്മൾ തീരുമാനിക്കല്ല. നല്ല കാര്യങ്ങൾ ഉണ്ടല്ല ഈ ഗവൺമെന്റ്. ശ്രീ മഹി, അത് താങ്കൾ പറഞ്ഞോളൂ. താങ്കൾക്ക് അവസരം നൽകുകയല്ലേ, താങ്കൾ പറഞ്ഞോളൂ. അത് ഞാൻ താങ്കളുടെ ഓർമ്മയിൽ ഒന്നും എടുത്തു പറയാനില്ലേ? അതാണ് പ്രശ്നം. ഇങ്ങനെയല്ല പറയേണ്ടത്. ഒരു കാര്യം പറയുമ്പോൾ 4 കാര്യം എടുത്തു പറയാൻ എത്രയോ കാര്യങ്ങളുണ്ട്. എന്റെ ഓർമ്മയിൽ തന്നെ പറയാൻ 10 കാര്യങ്ങളുണ്ട്. താങ്കൾ ഒരു 4 കാര്യമെങ്കിലും പറയണ്ടേ? ശരി, ഓക്കെ ശ്രീ മഹി, ഇങ്ങനെയൊക്കെ ഒരു പൊതുവേദിയിൽ വന്ന് പറയുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനൊരു 4 കാര്യമെങ്കിലും നമ്മൾ ഓർത്തെങ്കിലും വെക്കണം മിനിമം. അങ്ങനെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാരിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ഉണ്ട്. അത് താങ്കളുടെ അഭിപ്രായം അനുസരിച്ച് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒക്കെ പറയാം. അതിനാണ് അവസരം തന്നത്. അപ്പോൾ അത് നിങ്ങൾ പറയുന്നില്ലേ എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് പോരാ ശ്രീ മഹി. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് അഭിപ്രായം ഈ വിഷയത്തിൽ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ വിഷയം എവിടുന്നാ വന്നതെന്ന് സാറ് പറയുമോ? സാറ് ആരെ പറ്റിച്ചു എന്ന് പറയാം. ഞാനൊരു ചാനലിൽ കണ്ടത്, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സ്പോൺസർ പറയുന്നു ഞാൻ പൈസ അടയ്ക്കാം, മെസ്സി ഒക്ടോബറിൽ വരും, മിനിസ്റ്റർ അത് തന്നെ പറയുന്നു. പിന്നെ പൈസ അടച്ചിട്ടില്ല, പൈസ അടച്ചാൽ വരും എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. അതെ അതെ അതെ. അപ്പൊ പൈസ യഥാസമയം അടയ്ക്കുന്നതിൽ വീഴ്ച വന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ സംശയം വന്നത്. അല്ല, വീഴ്ച വന്നു എന്ന് എങ്ങനെയാണ് ഒരു വാർത്ത വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. ഞാൻ ആ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇപ്പോൾ ഈ നമ്മുടെ പൊതുവേദിയിലും അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇതാണ്, കരാർ അനുസരിച്ചുള്ള തുക സ്പോൺസർ അടച്ചു കഴിഞ്ഞാൽ അത് ഇവർ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല സാറേ, ഞാൻ പറയണേക്കോ, സാറ് പറയുന്ന സ്പോൺസർ പറയുന്നു ഞാൻ പൈസ അടയ്ക്കാൻ തയ്യാറാണ്, വരും, ഞാൻ അതിലൊരു അടയ്ക്കണം വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. അതെ, അതിപ്പോ സാറിന്റെ താല്പര്യമാതിരി തന്നെയാണ് എന്റെയും താല്പര്യം അത് തന്നെയാണ്. പക്ഷെ ഈ വാർത്ത എങ്ങനെ വന്നു എന്നുള്ളതാണ്. വാർത്ത സ്വാഭാവികമായും ഇത്ര ദിവസത്തിനുള്ളിൽ പണം കൊടുക്കണമെന്നൊരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ ആ വ്യവസ്ഥ എവിടെയെങ്കിലും വീഴ്ച വന്നാൽ വാർത്തകൾ വരില്ലേ? വാർത്തകൾ വരുന്നതിന് സംശയം വല്ലതും ഉണ്ടോ?
അത് ലംഘിച്ചിട്ടില്ല എന്ന് പറയുന്നു സാറ്. ഞാനിതിപ്പോ ഏത് വിശ്വസിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ വാർത്ത അതിപ്പോ ഇങ്ങനെ എനിക്കും വന്നപ്പോ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ confuse മന്ത്രിയുടെ വാക്കുകളാണ് ഇപ്പോൾ എനിക്ക് ആധികാരികമായി പറയാൻ കഴിയുക. മന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ തുക അടയ്ക്കാനുണ്ട്, തുക അടച്ചാൽ വരും എന്നാണ് മന്ത്രി പറഞ്ഞത്. അല്ല, മന്ത്രി പറഞ്ഞു ഒക്ടോബറിൽ വരും. ഇപ്പൊ ഞാൻ ഒക്ടോബറിൽ വരും ഒരു വ്യവസ്ഥയോട് കൂടിയാണ് മന്ത്രി പറഞ്ഞത്. അതേ സ്പോൺസറും പറഞ്ഞു പൈസ അടയ്ക്കാൻ സ്പോൺസർ പറഞ്ഞത് അത് അവിടെ നിൽക്കട്ടെ, തയ്യാറാണ്. നമുക്ക് മന്ത്രി പറഞ്ഞ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ തുക അടച്ചാൽ വരും എന്നാണ് മന്ത്രി പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, ഈ വാർത്ത കൺഫ്യൂഷൻ ആകുന്ന ഒരു വാർത്തയാണ്. അല്ല, അത് നമുക്ക് കൺഫ്യൂഷൻ ഉള്ള വിഷയത്തിൽ സംശയം എന്താണ്? ചർച്ച ആരും വഞ്ചിച്ചു എന്ന് ചോദിച്ചിട്ടാണ് ചർച്ച വെച്ചത്. അല്ല, കേരളത്തിൽ മെസ്സി വരുന്നു, അർജന്റീന വരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ഈ ന്യൂസ് 18 മെസ്സി ഒക്ടോബറിൽ വരില്ല എന്ന് ഷുവർ ഉണ്ടോ? ന്യൂസ് 18 മെസ്സി ഒക്ടോബറിൽ വരില്ലെന്നോ വരും എന്നോ സംബന്ധിച്ച് ന്യൂസ് 18 ഉറപ്പില്ല. ഇത് ന്യൂസ് 18 അല്ല ചർച്ച നടത്തിയത് ഇവിടുത്തെ കേരള സർക്കാരാണ് നടത്തിയത്. സർക്കാരിന്റെ രാവിലെ മന്ത്രി പറഞ്ഞത് ഇപ്പോൾ മന്ത്രി പറഞ്ഞത് എല്ലാം താങ്കൾ കേട്ടതാണല്ലോ. വ്യക്തത വരുത്താനാണ് സാറിനോട് ഞാൻ ചോദിക്കുന്നത്. വരുമോ വരില്ലേ? സാർ അവിടെ എഴുതി കാണിക്കുന്നത് വഞ്ചിച്ചോ എന്നാണ് കാണിക്കുന്നത്. അതെ, താങ്കൾ വഞ്ചിച്ചെന്നോ വഞ്ചിച്ചില്ലെന്നോ അഭിപ്രായം പറയാമല്ലോ. അത് വഞ്ചിച്ചു എന്നാണോ? വഞ്ചിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ശ്രീ സുരേന്ദ്രൻ ഞാൻ പറഞ്ഞോ വഞ്ചിച്ചു എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ കേൾക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ കേൾക്കുന്ന ഈ സ്പോൺസറും പറയുന്നു, മന്ത്രിയും പറയുന്നു ഒക്ടോബറിൽ മെസ്സി വന്നിരിക്കും എന്ന് പറയുന്നു. ഞാനിപ്പോ ഇത് ആര് പറഞ്ഞത് വിശ്വസിക്കാന്നുള്ള? താങ്കൾ കൃത്യമായി കേട്ടാൽ ഒരു പ്രയാസവുമില്ല. ഞങ്ങളെല്ലാം കൃത്യമായി കേട്ടതാണ്. മന്ത്രി പറഞ്ഞത് പണം അടച്ചാൽ വരുമെന്നാണ് പറഞ്ഞത്. പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആൻഡോ അഗസ്റ്റിന്റെ പത്രസമ്മേളനം ഞാൻ കേട്ടു. ഇപ്പൊ കേട്ടിട്ടാ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ വിളിക്കാറില്ല, ഞാൻ വിളിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ഈ പൊതുവേദിക്കിടയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി വരുന്നുണ്ട്. ശശി തരൂർ നയതന്ത്ര പ്രതിനിധിയായി പോകുന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ജസ്റ്റ് അതിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്, നമ്മളെക്കുറിച്ച് എന്താണ് ലോകം പറയുന്നത്, അറിയുന്നത്, ഇതിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം. അതിലാണ്, ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കും പറയും, എനിക്ക് രാഷ്ട്രീയം കാണുന്നില്ല. ഇത് എന്റെ രാജ്യം, നമ്മളെല്ലാവരും ഭാരതീയരാണ്. നമ്മുടെ ഭാരതത്തിന് ഒരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 4 പേരുകളുടെ കാര്യം ഇങ്ങനെ പുറത്തുവിടേണ്ടിയിരുന്നോ കോൺഗ്രസ്? കാരണം അന്ന് പാർട്ടി അവരോട് ചോദിക്കും, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവരോട് ചോദിച്ചു. ശശി തരൂർ കോൺഗ്രസിന്റെ എംപിയാണ്, മനീഷ് തിവാരി കോൺഗ്രസിന്റെ എംപിയാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പെട്ടെന്നൊരു 4 പേരുകൾ, ഇതല്ല ഞങ്ങൾ കൊടുത്ത പേരുകൾ എന്ന് പറയുന്നത് താങ്കൾ വരുന്നത് കൊണ്ടാണ്? ഇതൊക്കെ അവരോടൊന്നും ചോദിക്കേണ്ടി വരും. എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ അല്ലാതെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വെളികൾ കിട്ടി, അത്രേ എനിക്കറിയൂ. പാർട്ടി യോജിക്കുന്നുണ്ടോ? അതും പാർട്ടിയോട് ചോദിക്കും. കോൺഗ്രസ് എംപിയായ അങ്ങേ സർക്കാർ ഉപയോഗപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് എന്തിനാണ് ഈ അസഹിഷ്ണുത കാട്ടുന്നത്? അങ്ങ് ഈ ലിസ്റ്റിൽ പെടില്ല എന്നൊക്കെ അതും എന്നോടാണ് ചോദിക്കേണ്ടത്. നോക്കൂ, കോൺഗ്രസിന് എന്റെ കഴിവോ കഴിവില്ലായ്മയെ കുറിച്ച് അവര് വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്നുണ്ടാവാം. അത് അവരോട് ചോദിച്ചാൽ മതി. എനിക്ക് അവർക്ക് അവരഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ ഇത് സർക്കാരിന്റെ ഒരു ഡെലിഗേഷനാണ്. സർക്കാരാണ് തെരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത്. അപ്പൊ സർക്കാരിന്റെ അഭിപ്രായം ഒരു പക്ഷെ വേറെ ആയിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഞാൻ അതിനാട്ടെ എന്താ പറയുന്നത്? രാഷ്ട്രമുണ്ടെങ്കിൽ രാഷ്ട്രീയമുണ്ടെന്ന് അങ്ങ് പറഞ്ഞു. അത് ആ മെസ്സേജ് ആർക്കുള്ളതാണ്? കോൺഗ്രസ് പാർട്ടിക്കുള്ളതാണ്. നിങ്ങൾക്കാണ്, നിങ്ങളല്ലേ ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ അങ്ങേ അപമാനിക്കുകയല്ലേ അങ്ങയുടെ പാർട്ടി ചെയ്യുന്നത്? ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ. നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ചിന്തയുണ്ട്. സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ യെസ് എന്ന് പറയാനേ ആവശ്യമുണ്ടാകുന്നുള്ളൂ. അത് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി മന്ത്രിക്ക് മറുപടി കൊടുത്തതിന് ഇന്ന് രാവിലെ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടത് ഇറ്റ് ഇസ് എൻ ഓണർ ആൻഡ് ദ നേഷൻ റിക്വയർസ് മൈ സർവീസസ് ഐ എം അവൈലബിൾ. അതാണ് എന്റെ സന്ദേശം. ദേശ സേവനം നമ്മൾ ഒരു പൗരന്മാരുടെ ഒരു കടമയാണെന്നാണ് എന്റെ വിശ്വാസം. അഥവാ രാജ്യത്തിന്റെ ആവശ്യത്തിൽ സർക്കാർ എന്റെ സേവനം ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് മന്ത്രി പറഞ്ഞത് നിങ്ങളുടെ അനുഭവവും നിങ്ങളുടെ കഴിവുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ കുറെ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ സമയത്ത് രാജ്യമാണ്, സർക്കാരാണ് നിങ്ങളുടെ ഈ സേവനം ആവശ്യപ്പെടുന്നത്. ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള കാര്യം ഇപ്പൊ വേണ്ടിയിട്ടും എന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്. അതിൽ പ്രശ്നമില്ല. ഡെലിഗേഷൻ തെരഞ്ഞെടുത്ത BJP അഭിനന്ദിക്കണ്ടേ? ശരിക്കും BJP കേന്ദ്ര സർക്കാർ അഭിനന്ദിക്കണ്ടേ? നോക്കൂ, ഞാൻ അനാവശ്യമായിട്ട് വേറെ ചർച്ചയിലൊക്കെ കിടക്കുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യം ഇത് പുതിയതല്ല. എന്റെ അറിവിൽ ഞാൻ ആ സമയത്തൊക്കെ ഇന്ത്യയിലേ ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2008
നമ്മളുടെ മുംബൈ ആക്രമണം സംഭവിച്ചപ്പോഴും എന്റെ ഓർമ്മയിൽ മൻമോഹൻ സിംഗ് സർക്കാരും പിന്നെ MP-മാരും ഡെലിഗേഷൻസ് പല രാജ്യങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതാണ്. നമ്മളുടെ രാജ്യത്തിൽ ഒരു ആക്രമണമൊക്കെ സംഭവിച്ച സമയത്തിൽ നമ്മളുടെ ഐക്യം, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതും ഒറ്റ വാക്കിൽ ഒറ്റ സ്വരത്തിൽ സംസാരിക്കുന്നതും ഇത് ഭാരതത്തിന് നല്ലതാണെന്നാണ് എന്റെ വിശ്വാസം. അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഭാവിയിലും ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ആദ്യം വിളിച്ചത് 2 ദിവസം മുമ്പായിരുന്നു. പിന്നെ ഇന്നലെയാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞത്. ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാർട്ടി നേതാക്കളോട് സംസാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല വിളിക്കുന്നത്, പല പാർട്ടികളുടെ പ്രതിപക്ഷ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ല കാര്യം തന്നെയാണ്, എനിക്ക് ഈ കാര്യം ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. പിന്നെ പാർട്ടി നേതൃത്വത്തിനെ അറിയിക്കുമല്ലോ, എല്ലാ നേതാക്കളെയും വിളിക്കേണ്ടതെന്നും പറഞ്ഞു. അത്ര എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരിടയിലുള്ള സംസാരത്തിൽ ഞാൻ എനിക്ക് എന്താ ഇടപെടാനുള്ളത്? അത് അവരോട് ചോദിക്കുന്നു. എനിക്കതിന് വേറെ കുറച്ച് വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. ബന്ധപ്പെടുന്ന എല്ലാ കാര്യത്തിലും വിവാദത്തിന് മറുഭാഗത്ത് കോൺഗ്രസ് ഇത് കഴിഞ്ഞ തവണ ഞങ്ങൾ ചോദിച്ചതല്ലേ, ആരാ വിവാദം ഉണ്ടാക്കുന്നത്? നിങ്ങളല്ലേ വിവാദം. ഇത്തരം രാജ്യ താല്പര്യത്തെ ബാധിക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ വിവാദത്തിലേക്ക് കൊണ്ടിടാൻ എന്തിനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായത്? ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു, ഇതെല്ലാവരും അറിയുന്നത്. എന്റെ സുഹൃത്തെ, നിങ്ങളൊന്ന് എന്നോട് ചോദിച്ചത് വല്ല കാര്യമുണ്ടോ? അല്ല, ഇത് അഥവാ ഒരു ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഞാനൊരു കോള് സ്വീകരിക്കുന്നു, ഞാൻ അതിന് യെസ് പറയുന്നു, ഞാൻ എന്റെ പാട് നോക്കുന്നു. ഞാൻ വല്ല വിവാദത്തിന് വേണ്ടി നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കിന്നെ ഒരു അതിശയം തോന്നുന്നു. സർക്കാർ എന്നെ ആവശ്യപ്പെട്ടു. ഞാനൊരു പാർലമെന്ററി കമ്മിറ്റിയുടെ ഒരു അധ്യക്ഷനും കൂടിയാണ്. അതിൽ എന്നെ അപ്പോയിന്റ് ചെയ്തത് പാർലമെന്റിന്റെ സ്പീക്കറും കൂടിയാണ്. ആ സ്ഥാനവും അവര് എന്നോട് പറഞ്ഞു, ആ സ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എന്റെ ഒരു കടമയെ എടുക്കുന്ന പ്രശ്നമില്ല, ഞാൻ വരാൻ. അപ്പോ എന്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ അവർ ചോദിച്ചു, ഞാൻ സമ്മതിച്ചു. ഇനിയും കാലത്ത് എനിക്ക് എന്റെ ഭാഗത്തിന് വേറെ ഒന്നും പറയാനില്ല. ഇനി വേറെ വല്ലവർക്കും പറയാനുണ്ടെങ്കിൽ ഞാൻ അത് വിട്ടുകൊടുക്കുന്നു. താങ്ക്സ്. ഇതിലെ രാഷ്ട്രീയത്തിൽ എന്താണ് ഒരു സ്പെസിഫിക് വിഷയമാണ് വന്നിരിക്കുന്നത്. ആ വിഷയത്തിന് അതീതമായിട്ട് ഒരു സംസാരവും നടന്നിട്ടില്ല. വേറെ ഏത് പാർട്ടിയുടെ ഒപ്പവും വേറെ ഏത് വ്യക്തിയുടെ ഒപ്പവും. എന്നെ വിളിച്ചത് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററായ ശ്രീ കിരൺ റിജിജുവാണ്. വേറെ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ടില്ല. ആ പാർട്ടിയിൽ നിന്ന് സർക്കാരിന് എവിടുന്നു. ഇതൊരു പാർലമെന്ററി വിഷയമായിട്ട് MP-മാരുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് മാത്രമാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. വേറെ ഒരു ചോദ്യവും ചോദിക്കാൻ ഒരു ആവശ്യമില്ല. ഇതിൽ അങ്ങനെ വിഷയങ്ങൾ വന്നിട്ടില്ല. കോൺഗ്രസ് പട്ടികയിലുള്ള മറ്റുള്ളവർ വാക്കനുകൂലികളാണെന്ന് ചില BJP നേതാക്കൾ പറഞ്ഞു. അത് ശരിയാണ്? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നു? എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. ഈ BJPക്ക് ഒരു വാക്കമുണ്ട്, കഴിവുള്ളവരുടെ ഒരു വാക്കമുണ്ട്, കഴിവില്ലാത്തവരുടെ. അതുകൊണ്ടാണ് അങ്ങേപ്പോലുള്ള ആളുകളെ നോക്കൂ, ഞാൻ എല്ലാ വ്യക്തിയുടെയും കോമന്റിനെ കുറിച്ച് എനിക്കും കോമന്റ് തരാൻ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോളൂ. പക്ഷേ മറ്റേവരുടെ കോമന്റ്സ് അവരോട് ചോദിക്കും കേട്ടോ. താങ്ക്സ് വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. ശശി തരൂരിന്റെ പ്രതികരണമായിരുന്നു. ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്കുള്ള, പ്രത്യേകിച്ച് UK-യിലും US-ലേക്കുമുള്ള നയതന്ത്ര പ്രതിനിധികളുടെ MP-മാരെ അയക്കുമ്പോൾ അതിന്റെ തലവനായി നിയമിച്ചിരുന്നു. അതിൽ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ലായിരുന്നു. അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. നമുക്ക് എന്തായാലും പൊതുവേദിയുടെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. നമുക്ക് ജോൺ ആണ് കൊല്ലത്ത്. ശ്രീ ജോൺ, ഈ കേരളത്തിലേക്ക് അർജന്റീനൻ ടീം വരുന്നു, മെസ്സി വരുന്നു എന്നൊക്കെ വരുമ്പോൾ വലിയ പ്രതീക്ഷയിൽ ആരാധകർ ഇങ്ങനെ നിന്നാണ്. ഇപ്പോഴും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്ക് ചില ആശങ്കകളൊക്കെ വന്നിരിക്കുന്നു. ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാകും എന്നാണ് മന്ത്രിയും അടക്കം ഇപ്പോൾ പറയുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീ ജോൺ പറയാം. ശ്രീ ജോൺ കേൾക്കാമോ? ജോണിന്റെ ടെലിഫോണിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തുറയിൽ. ശ്രീ തിലകൻ, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട്, പറഞ്ഞോ. നമസ്കാരം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ആ സത്യത്തിൽ ആരാണ് പറ്റിച്ചതെന്നാണ് പൊതുവേദിയുടെ കണ്ടെത്തൽ. നമ്മളെ ആരെങ്ങനെ കണ്ടെത്താൻ കഴിയുമോ? ഞാനെന്നൊരു കാര്യം പറഞ്ഞു. ശരിക്കും മന്ത്രിയല്ലേ പറ്റിച്ചത്? മന്ത്രിയാണ് പറഞ്ഞത് സ്പോൺസർ പിന്മാറിയെന്ന് പറഞ്ഞത് ആരാണ്? ഹലോ, പറഞ്ഞോളൂ. താങ്കൾ ഓരോരുത്തർക്ക് അവരുടെ അഭിപ്രായം പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറ്റിച്ചത് ഈ സ്പോർട്സ് മന്ത്രി തന്നെയാണ് പറ്റിച്ചത്. അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം. അതുകൊണ്ടാണല്ലോ ഇന്ന് ആന്റോ അഗസ്റ്റിന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇവിടെ തണ്ടിയടയായിട്ട് ചോദിച്ചില്ലേ നിങ്ങളോട്, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചില്ലേ, നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കാതെ ചെയ്തു എന്ന് വെച്ചപ്പോ. അപ്പൊ നിങ്ങളും ജനങ്ങളെ പറ്റിച്ചു, മന്ത്രി പറ്റിച്ചു എന്നാണ് ഈ വിഷയത്തിൽ തിലകന് പറയാനുള്ളൂ. ശരി, ശ്രീ തിലകന്റെ അഭിപ്രായം അങ്ങനെ പറയാം. എന്തായാലും നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല.
നമ്മൾക്ക് അങ്ങനെ പറ്റിക്കുക എന്നുള്ള ഒരു അജണ്ടയും ഈ വിഷയത്തിലില്ല. ഇവിടെ എന്തു വന്നാലും വരണം, കേരളത്തിലേക്ക് അർജന്റീനയെ പോലെ ടീം വരണമെന്ന് തന്നെയാണ് നമ്മളുടെ മകൻ ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് ഈ ഒരു വലിയ ടീം ഇന്ത്യയിലേക്ക് വരുന്നു, അപ്പൊ അതുമായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വ്യക്തമാണ്. അത് ഇതിന്റെ സ്പോൺസർ ആയാലും മന്ത്രി ആയാലും നേരത്തെ തൊട്ട് പറയുന്നുണ്ട്. ഇത് നമുക്ക് കേട്ടാലും മനസ്സിലാവും. ഒരു ദിവസം രാവിലെ നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറയാനായിട്ട് നമ്മള് പിന്നെ ഏതെങ്കിലും ഒരു സാധാരണ ടീമിനെ അല്ലല്ലോ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ടോക്ക് നടന്നുകൊണ്ടിരിക്കും, അതിനനുസരിച്ചാണ് വരിക. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ന്യൂസ് 18 എന്തായാലും ഇതിനകത്തൊരു ഭാഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഒന്നാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ ആഴ്ച വന്ന മാധ്യമത്തിനെതിരെ അതിന് മുമ്പ് ഒരു ലെഗസിയുമായിട്ട് നടന്നിരിക്കുന്ന ഒരു മാധ്യമം 2ാം സ്ഥാനത്ത് പോയതിന്റെ ഏറ്റവും വലിയുള്ള അവരുടെ കുത്തിത്തിരിപ്പാണ് ഇതിന്റെ പുറകിലുള്ളത്. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ നിങ്ങൾ അത് മറച്ചു വെച്ചുകൊണ്ട് ഇത് നമ്മൾ ജനങ്ങളോട് ചോദിക്കുന്ന ആദ്യം ഈ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റ് ന്യൂസിന് 2ാം സ്ഥാനത്ത് പോകുന്നില്ല. അവർക്ക് എന്താ അവര് നല്ല പരിപാടികൾ അവതരിപ്പിക്കട്ടെ എന്ന്, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് 18 പോലെ ഇതുപോലുള്ള പൊതുവേദി അവതരിപ്പിക്കട്ടെ എന്ന്. ഇതൊന്നും അവതരിപ്പിക്കാതെ അവിടെയുള്ള 5-6 പേര് മേളിയിരിക്കുന്ന 5-6 പേര് ഇരുന്നുകൊണ്ട് താങ്കൾ പറഞ്ഞ അഭിപ്രായത്തിൽ രണ്ടുപേർ തമ്മിൽ മത്സരം ഉണ്ടെന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ ഇടപെട്ടില്ല. ഞാൻ പറയുന്നത് മറ്റൊരു ചാനലിലെ അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. താങ്കളുടെ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ട് പറയുന്നത് കൂടുതൽ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മുടെ വിഷയമല്ല. ഞാൻ പറയുന്നത് എന്താണ് കേൾക്കും കിരണേ. ഞാൻ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നത് പിന്നെ ഇത് വാർത്താ മാധ്യമം ഇല്ലാതാക്കാൻ നോക്കുന്നില്ല. താങ്കൾ പറഞ്ഞ ആദ്യത്തെ അഭിപ്രായത്തിന് ശേഷം പറയുകയാണ് താങ്കൾ. അത് തന്നെയാണ് ഇതിന്റെ വിഷയവും, അത് തന്നെയാണ് ഇതിന്റെ വിഷയം. അവര് തമ്മിലുള്ള കേരളത്തിലെ പത്രങ്ങളെല്ലാം ഇതിനകത്തൊരു കൺഫ്യൂഷൻ യാഥാർത്ഥ്യമാണ്. ന്യൂസ് 18 ഈ വാർത്തയിൽ കണ്ടെത്തേണ്ട കാര്യം ഇതാണ്. എന്തിനാണ് ഈ മാധ്യമങ്ങളുടെ കുടിപ്പക കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അതിനകത്ത് മാധ്യമങ്ങളുടെ കുടിപ്പകയൊന്നും അല്ല. ഇതിനകത്ത് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും പ്രമുഖ പത്രങ്ങളിലെല്ലാം തന്നെ ഈ വാർത്തയുടെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മന്ത്രിയുടെ രാവിലത്തെ പ്രതികരണം ഇപ്പോഴത്തെ പ്രതികരണം കേട്ട് കഴിഞ്ഞാൽ അതിനിടയിലുള്ള വ്യത്യാസം കൂടി വ്യക്തമാണ്. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ആ കയ്യിലിരിപ്പ് കൊണ്ട് ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ചാനലിനെ വിചാരണ ചെയ്യാനുള്ള ഒരു സമയമല്ല ഇത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു വേദിയുമല്ല ഇത്. അതിന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമുക്ക് ഇതിനിടയിൽ ചില യൂട്യൂബ് കമന്റ്സുകൾ കൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട്. ശ്രീ പ്രവീൺ പാലക്കാട്. ശ്രീ പ്രവീൺ, ദയവേത് ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കാം, നമുക്ക് പെട്ടെന്ന് തന്നെ പ്രവീണിലേക്ക് വരാം. ജയകുമാർ മൊത്തം പണിയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ജയകുമാറിനോട് ചോദിച്ചു, പണിയായിരുന്നു, അത് അവർ തമ്മിലുള്ള സംസാരമാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ തിലകൻ ഇന്നലെ വന്ന വ്യാജ വാർത്തയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു ശ്രീ ഗ്ലാഡിയേറ്റർ കിങ്. എന്തിനാണ് കോൺഗ്രസ് വെറുതെ വിവാദത്തിൽ നിൽക്കുന്നത്, രാഷ്ട്രീയം കലർത്തുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. ഇന്ത്യൻ പൗരനാണെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കണം. അത് നേരത്തെ എനിക്ക് തോന്നുന്നു ശശി തരൂർ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിയുള്ള അഭിപ്രായങ്ങളാണ് എന്നതാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് ശ്രീ പ്രവീണാണ്. ശ്രീ പ്രവീൺ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമുക്ക് ഇവിടുത്തെ കേരളത്തിലെ യുവജനതയ്ക്ക് ആവശ്യം ഇവിടുത്തെ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളും കളിക്കാനുള്ള സൗകര്യങ്ങളും വർദ്ധിക്കുക എന്നുള്ളതാണ്. അതൊക്കെ ആദ്യം ഇതിനോടൊപ്പം കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ മെസ്സി വരിക എന്നുള്ളത് നല്ല കാര്യമാണ്, അതിനെ നല്ലതായിട്ട് കാണുക. സ്വാഭാവികമായിട്ടും അർജന്റീനൻ ടീമും മെസ്സിയൊക്കെ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഫുട്ബോൾ ടീമിന് ആകെ ഒരു ഫുട്ബോൾ മേഖലയ്ക്ക് ആകെ ഒരു വലിയ ഉണർവൊക്കെ ഉണ്ടാവില്ലേ? അതിന് രാഷ്ട്രീയം മാറ്റിവെച്ച് രാഷ്ട്രീയമൊന്നുമില്ല ശ്രീ. എല്ലാവർക്കും ഈ അർജന്റീനൻ ആരാധകരില്ല. ലോകകപ്പൊക്കെ വരുമ്പോൾ അറിയത്തില്ലയോ, കോൺഗ്രസുകാരും CPM-കാരും BJP-കാരും ഒക്കെ ഉണ്ട്. അവരുടെ പാർട്ടിയിൽ തന്നെ മറ്റാളുകൾ ചിലപ്പോൾ ബ്രസീലിന്റെ ആയിരിക്കും, ചിലപ്പോൾ ജർമ്മനിയുടെ ആയിരിക്കും, ചിലപ്പോൾ ഫ്രാൻസിന്റെ ആയിരിക്കും. ഫുട്ബോളിനകത്ത് ഈ രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല. അതാണ്. അപ്പോ എല്ലാവരും, മാധ്യമങ്ങളും ജനങ്ങളും എതിർകക്ഷികളും ഭരണകക്ഷികളും എല്ലാരും ചേർന്ന് അവരെ ഇങ്ങോട്ട് എത്തിക്കുക. അതിൽ കൂടുതൽ നമുക്ക് സന്തോഷം എന്താ ഉള്ളത്? യുവജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ഉള്ളത്? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും അത്തരം ഒരു നീക്കം തന്നെയാണ് നമ്മൾക്കായാലും അവർ വരണം എന്നത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിനകത്ത് മറ്റേതെങ്കിലും താല്പര്യമോ ചില പ്രേക്ഷകരൊക്കെ പ്രകടിപ്പിച്ചതുപോലെ മറ്റാർക്കെങ്കിലും എതിരെയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അനുകൂലമായുള്ള താല്പര്യങ്ങളൊന്നുമില്ല. ഇവർ വരണം എന്ന് തന്നെയാണ്. അതിൽ ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടായി. കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്ത നൽകിയത്. അല്ലാതെ വെറുതെ അന്തരീക്ഷത്തിൽ നിന്നുണ്ടായ വാർത്തയല്ല എന്ന് മന്ത്രിയുടെ പ്രതികരണത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. അതിൽ സ്പോൺസർ പണം നൽകിയാൽ അത് എത്തും എന്നുള്ളതാണ് മന്ത്രി ഏറ്റവും അവസാനം പറഞ്ഞത്. ആ വാക്കുകൾ തന്നെയാണ് നമുക്ക് ഇപ്പോഴും പ്രതീക്ഷയുള്ളത്.
നമുക്ക് എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം, മഹാഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം ഒന്ന് തന്നെയായിരുന്നു. ഈ അർജന്റീനിയൻ ടീമും മെസ്സിയും ഒക്കെ കേരളത്തിൽ വരണം, കളിക്കണം. അത് കേരളത്തിന് വലിയ ഉണർവ് നൽകുന്നതാണ്. അതിന് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീക്കി അത് കൊണ്ടുവരാനും അവരുടെ കളി കാണാനും ഒക്കെ നമുക്ക് ഓരോ ഫുട്ബോൾ പ്രേക്ഷകർക്കും കഴിയട്ടെ എന്ന് ന്യൂസ് 18 പൊതുവേദിയും ആശംസിക്കുന്നു. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.